നമസ്കാരം. സെന്റ് മേരീസ് ഓർഫനേജ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ പ്രൈവറ്റ് ഐടിഐയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അലിസ്റ്റർ പോൾവിൻ, സെന്റ് മേരീസ് ഐടിഐയുടെ പ്രിൻസിപ്പാളാണ്. ഫിറ്റർ സെക്കൻഡ് ഇയർ ട്രേഡ് തിയറിയിലെ ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗം വാൽവ് പാർട്ട് 2, അതോടുകൂടെ ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്നീ 2 വിഭാഗങ്ങളാണ്. വാൽവ് പാർട്ട് 1-ൽ നമ്മൾ വളരെയധികം വാൽവുകളെ പറ്റി പരിചയപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയാണ് വാൽവ് പാർട്ട് 2. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്നീ ഭാഗം. വളരെ ദൈർഘ്യമുള്ള ഒരു ക്ലാസ് ആണിത്. വിദ്യാർത്ഥികൾ അവരുടെ ഇഷ്ടാനുസരണം ഈ ക്ലാസ്സിനെ 2 or 3 ഭാഗങ്ങളായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ടൈം ടേബിൾ പ്രകാരം മുമ്പോട്ട് പോകേണ്ടതിനാൽ ഇത്രയും ദൈർഘ്യമുള്ള ഒരു ക്ലാസ് രൂപീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനെ പല ഭാഗങ്ങളായിട്ട് ഭാഗിച്ച് കൃത്യമായി പഠിക്കുക. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്നീ പാഠവിഭാഗത്തിലെ ടഫായിട്ടുള്ള ഒരു വിഭാഗത്തിലൂടെയാണ് നമ്മൾ ക്ലാസ് എടുത്ത് മുമ്പോട്ട് പോകുന്നത്. വളരെയധികം ശ്രദ്ധയും അർപ്പണബോധവും ഇതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലിരിക്കുക. അതുപോലെ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ പല ആവർത്തി ക്ലാസ് കണ്ട് മനസ്സിലാക്കാനായിട്ടും സംശയങ്ങളെ തീർക്കാനായിട്ടും പ്രത്യേകം ശ്രമിക്കണം. നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. എല്ലാവരും ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് തയ്യാറായിട്ടിരിക്കണം. നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ്: നോൺ റിട്ടേൺ വാൽവിനെ പറ്റി, ഫ്ലോ കൺട്രോൾ വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവിൽ തന്നെ ടൈപ്സ് ഓഫ് ഫ്ലോ കൺട്രോൾ വാൽവ്സ്, സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ്. അതുപോലെ ഷട്ടിൽ വാൽവ്, റോളർ വാൽവ്, പ്രഷർ കൺട്രോൾ വാൽവ്. ഈ പ്രഷർ കൺട്രോൾ വാൽവിൽ തന്നെയുള്ള പ്രഷർ റിലീഫ് വാൽവിനെ പറ്റി, പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്, പ്രഷർ റെഗുലേറ്റർ, കൗണ്ടർ ബാലൻസിംഗ് വാൽവ്, സീക്വൻസിംഗ് വാൽവ്. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക്സ്. അതിൽ തന്നെയുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക് കമ്പോണൻസ്, മാനുവലി ആക്ച്വേറ്റഡ് പുഷ് ബട്ടൺ, ലിമിറ്റ് സ്വിച്ചസ്, പ്രഷർ സ്വിച്ചസ്, സോളിനോയിഡ്സ്, റിലേസ്, ടെമ്പറേച്ചർ സ്വിച്ചസ്. ഇത്രയും കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ റിട്ടേൺ വാൽവിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ വാൽവിനെ പറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ അനുവദിക്കുന്ന വാൽവാണ് നോൺ റിട്ടേൺ വാൽവ്. എതിർ ഡയറക്ഷനിലുള്ള ഫ്ലോവിനെ ഈ വാൽവ് ഒപ്പോസ് ചെയ്യും. ഇതിനെ ചെക്ക് വാൽവ് എന്നും അറിയപ്പെടാറുണ്ട്. വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ അറിയപ്പെടാറുള്ളത് ചെക്ക് വാൽവ് എന്നുള്ള പേരിലാണ്. ഈ വാൽവ് സാധാരണഗതിയിലെ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ്, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ 1 or 2 മെറ്റീരിയലിന്റെ കോമ്പിനേഷനുകളിലും അവൈലബിൾ ആണ്. അതായത് ബോഡി ഒരു ടൈപ്പ്, അതിന്റെ അകത്തെ കമ്പോണന്റ് മറ്റൊരു മെറ്റീരിയൽ ടൈപ്പ്, അങ്ങനെ 2 തരം മെറ്റീരിയലിന്റെ കോമ്പിനേഷനിലും ഉണ്ടാവാറുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുക, ഒരു നോൺ റിട്ടേൺ വാൽവിന്റെ ചിത്രം കാണാം. അത് അതിന്റെ പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 2 തരത്തിലാണ് നോൺ റിട്ടേൺ വാൽവുകൾ ഉള്ളത്. ഒന്ന് ഡിസ്ക് ടൈപ്പ്, 2 ബോൾ ടൈപ്പ്. ഈ ഡിസ്ക് ടൈപ്പിൽ തന്നെ പലതരം ഉണ്ട്. എന്നാലും പ്രധാനമായും ഡിസ്ക് ടൈപ്പും ബോൾ ടൈപ്പും ആണ് ഉള്ളത്. നോൺ റിട്ടേൺ വാൽവിന്റെ സിമ്പല് അവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി ഒരു നോൺ റിട്ടേൺ വാൽവിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊരു ഗ്രാഫിക്കൽ വീഡിയോ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ശ്രദ്ധിക്കുക. ഒരു നോൺ റിട്ടേൺ ഡിസ്ക് വാൽവിന്റെ പ്രവർത്തനം: ഒരു ഡയറക്ഷനിലുള്ള ഫ്ലോവിനെ കടത്തിവിടുമ്പോൾ ഡിസ്ക് ഉയരുകയും ഫ്ലോ സുഗമമായി നടക്കുകയും ചെയ്യുന്നു. എന്നാൽ എതിർദിശയിലുള്ള ഫ്ലോവിനെ ഡിസ്ക് സീറ്റിംഗിൽ വന്നിരുന്ന് ഒപ്പോസ് ചെയ്യുന്നു. മറ്റു തരത്തിലുള്ള ഒരു ഡിസ്ക് ടൈപ്പ് നോൺ റിട്ടേൺ വാൽവ് ശ്രദ്ധിക്കുക. ഡിസ്ക് സീറ്റിംഗിൽ നിന്ന് ഉയരുകയാണ് ചെയ്യുന്നത്. ഫ്ലോ ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്നു. എന്നാൽ ഫ്ലോ അവസാനിക്കുമ്പോൾ ഡിസ്ക് അതേ സീറ്റിൽ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. ബോൾ ടൈപ്പ് നോൺ റിട്ടേൺ വാൽവിനെ ശ്രദ്ധിക്കുക. ബോളാണ് ഡിസ്കിൽ നിന്ന് ഉയരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഫ്ലോ ഉണ്ടാകുമ്പോൾ ബോള് റൊട്ടേറ്റ് ചെയ്യും. ഫ്ലോന്റെ കാരണത്താൽ ബോള് തിരിയും. ആ തിരിച്ചിലാണ് ഈ വാൽവിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നത്. പ്രത്യേകിച്ച് വാൽവ് ബോഡിക്ക് അകത്തുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും നീക്കം ചെയ്യാനായിട്ട് ഈ ബോളിന്റെ റൊട്ടേഷൻ നമ്മെ സഹായിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോ കൺട്രോൾ വാൽവിനെ പറ്റിയിട്ടാണ്. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഓയിലിന്റെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുന്ന വാൽവുകളാണ് ഫ്ലോ കൺട്രോൾ വാൽവ്, ഒഴുക്കിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ അതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിന്റെ അകത്തുള്ള പിസ്റ്റന്റെ മൂവ്മെന്റിന്റെ സ്പീഡിനെയോ
അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് മോട്ടറിന്റെ RPSനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിലൂടെയുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ഒഴുക്കിനെ നിയന്ത്രിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാൽവുകളാണ് ഫ്ലോ കൺട്രോൾ വാൽവുകൾ. ഇനി യൂണിഫോം ഫ്ലോ റേറ്റ് തരുന്ന മോട്ടറുകളും നമുക്കുണ്ട്. പക്ഷെ ഒരു ഫ്ലോ കൺട്രോൾ വാൽവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിലൂടെയുള്ള ഒഴുക്കിനെ നിയന്ത്രിച്ച് തൽഫലമായി ആ സിലിണ്ടറിന്റെ അകത്തുള്ള പിസ്റ്റനെയോ അല്ലെങ്കിൽ ഒരു മോട്ടറിന്റെ ഹൈഡ്രോളിക് മോട്ടറിന്റെ ഇലക്ട്രിക് മോട്ടർ അല്ല ഹൈഡ്രോളിക് മോട്ടറിന്റെ RPSനെ കൺട്രോൾ ചെയ്യുകയാണ് ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് ഒരു ഒറിഫൈസോ ഒരു റെസ്ട്രിക്ടറോ ആയിരിക്കും. ഒറിഫൈസ് എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഹോളാണ്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ കുറച്ചിട്ടുള്ള ഒരു ഏരിയനാണ് ഒറിഫൈസ് എന്ന് പറയുന്നത്. അതുപോലെ റെസ്ട്രിക്ടർ എന്ന് പറഞ്ഞാൽ തടസ്സം നൽകുന്ന ഒരു വസ്തു, അതാണ് റെസ്ട്രിക്ടർ. നമുക്ക് അടുത്ത സ്ലൈഡിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പരിചയപ്പെടാം. എന്തായാലും ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഒറിഫൈസ് ആണ്, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ടർ ആയിരിക്കും. വേരിയബിൾ ടൈപ്പ് ഫ്ലോ കൺട്രോൾ വാൽവും ഉണ്ട്, ഫിക്സഡ് ടൈപ്പ് ഫ്ലോ കൺട്രോൾ വാൽവുകളും ഉണ്ട്. ഒറിഫൈസുകളെ പറ്റി പഠിക്കാം. ഒറിഫൈസ് ഞാൻ സിംപിളി അതൊരു ക്രോസ് സെക്ഷനെ കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു പൈപ്പിന്റെ അകത്തുള്ള ക്രോസ് സെക്ഷനെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അതിലുള്ള ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഒരു ഒറിഫൈസിലൂടെ ചെയ്യുന്നത്. വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു പൈപ്പിനകത്തൊരു ഒബ്സ്ട്രക്ഷൻ വെച്ചതിന് ശേഷം അതിനകത്തൊരു ഹോൾ ഇട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ ഇഫക്റ്റീവ് ക്രോസ് സെക്ഷനെ കുറയ്ക്കുകയാണ് ഒരു ഒറിഫൈസ് ചെയ്യുന്നത്. ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ അതിലൂടെ കടന്നു പോകുമ്പോൾ ഫ്ലോ കുറയും. ഇതാണ് ഒറിഫൈസ് മെത്തേഡ്. പക്ഷെ ഒരു വേരിയബിൾ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ടർ ആണ് അതിന്റെ അകത്ത് വയ്ക്കുന്നത്. അതൊരു ഡ്രിൽഡ് ഹോളാണ്, പക്ഷെ അതിന്റെ അകത്ത് ഒരു നീഡിൽ വാൽവ് ഉണ്ടായിരിക്കും. അതാണ് ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവിനെ ചിത്രം ഒന്ന് നോക്കുക. പ്രഷർ പോർട്ടിൽ വരുന്ന ഫ്ലോ അത് വർക്കിംഗ് പോർട്ട് അതിലൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് ഒരു നോബ് വെച്ചിട്ട് ഒരു നീഡിൽ വാൽവ് ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഗർ 1 അതായത് വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവിന്റെ ആദ്യത്തെ ഫിഗറിൽ ഫ്ലോ വളരെ കുറവായിരിക്കും, കാരണം നീഡിൽ പ്രഷർ പോർട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ നോബ് തിരിച്ച് നീഡിലിനെ മുകളിലേക്ക് ഉയർത്തും തോറും വർക്കിംഗ് പോർട്ടിലേക്കുള്ള ഒഴുക്ക് വർദ്ധിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഫ്ലോവിനെ വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവിലൂടെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഫിക്സഡ് ഒറിഫൈസിലെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്ലോ കുറയും, പക്ഷെ അതിനെ നമുക്ക് വേരിയബിളിന്റെ പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തതൊരു വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവിനെ പറ്റി നമുക്ക് പഠിക്കാം. വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഒറിഫൈസിന്റെയും നോൺ റിട്ടേൺ വാൽവിന്റെയും കോമ്പിനേഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത ഒരു ഡയറക്ഷനിലുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലോവിനെ മാത്രമേ അത് സ്പീഡ് കൺട്രോൾ ചെയ്യുള്ളൂ. എന്നാൽ എതിർ ദിശയിൽ ഫ്ലോ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാതെ മുഴുവൻ കടത്തിവിടും. അതായത് കൺട്രോളിങ് ആക്ഷൻ ഒരു ദിശയിലേക്ക് മാത്രമേ ഉള്ളൂ. അത് ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിലൊരു ഒറിഫൈസ് കാണാം, ഒരു നോൺ റിട്ടേൺ വാൽവും കാണാം. ഇതിലെ എയിൽ നിന്ന് ബിയിലേക്കാണ് ഫ്ലോ ഉള്ളത്, ഫ്ലൂയിഡിന്റെ ഫ്ലോ ഉള്ളത്. ഫസ്റ്റ് ഫിഗറിൽ നോക്കുമ്പോൾ എയിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് നോൺ റിട്ടേൺ വാൽവ് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ക്ലോസ്ഡ് പൊസിഷൻ, അതുകൊണ്ട് നേരിട്ട് ബിയിലേക്ക് കടക്കില്ല. കൺട്രോൾ നോച്ച് വഴി അത് ബിയിലേക്ക് എത്തും. അപ്പോൾ ആ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ ബിയിൽ നിന്നും എയിലേക്കാണ് ഫ്ലൂയിഡിന്റെ ഫ്ലോ ഉള്ളത്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അവിടെ നോൺ റിട്ടേൺ വാൽവ് തുറക്കുകയും ഫുൾ ഫ്ലോ ബിയിൽ നിന്ന് എയിലേക്ക് നേരിട്ട് നടക്കുകയും ചെയ്യുന്നു. അതായത് കൺട്രോൾ നോച്ചിലേക്ക് ഫ്ലോ വരുന്നില്ല. അതുകൊണ്ട് നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുകയും എതിർ ദിശയിൽ നിന്ന് വരുന്ന ഫ്ലോവിനെ മുഴുവനായി കടത്തിവിടുകയും ചെയ്യുന്ന വാൽവുകളെയാണ് വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ്. വളരെയധികം കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് തീർത്തും ശ്രദ്ധയോടുകൂടി മാത്രം ഈ ടോപ്പിക്കിനെ അറ്റൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. ഒരു ആക്ച്വേറ്ററിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, ഒരു പിസ്റ്റൺ ആയിരിക്കാം, ഒരു സിലിണ്ടർ പിസ്റ്റൺ ആയിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വേറ്റർ. അപ്പൊ ഈ ഒരു ആക്ച്വേറ്ററിന്റെ സ്പീഡിനെ, അതിന്റെ ഫോർവേഡ് മോഷന്റെ
എക്സ്റ്റാൻഡിങ്ങിന്റെയും റിട്രാക്ഷന്റെയും ഒരു സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മുമ്പോട്ടും പുറകിലോട്ടും വരുന്നതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ, മീറ്റർ ഔട്ട് സ്പീഡ് കൺട്രോൾ, ബ്ലേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ. ഇതിൽ മീറ്റർ ഇന്നും മീറ്റർ ഔട്ടും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പഠിക്കുന്നത് കൊണ്ട് അങ്ങനെ മാറി പഠിക്കുന്നത് കൊണ്ടാണ് ഇതിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നത്. അപ്പൊ കൺഫ്യൂഷനുകൾ ഒഴിവാക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുക. മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ. The method in which the flow of oil is reduced, which is going inside the actuator, is known as meter in speed control method. അതായത് ഒരു ആക്ച്വേറ്ററിന്റെ അകത്തേക്ക് പോകുന്ന ഓയിലിനെ കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിനെയാണ് മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ചിത്രം ശ്രദ്ധിക്കുക. അതിന്റെ മുകളിൽ ഒരു സിലിണ്ടർ, ഒരു ആക്ച്വേറ്റർ കാണാം. ആ ആക്ച്വേറ്ററിന് രണ്ട് മോഷനുള്ളത്. ഒന്ന് എക്സ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിസ്റ്റൺ പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ റിട്രാക്ട് ചെയ്യുക. സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് പിസ്റ്റണകത്തേക്ക് വരുന്നതിനാണ് റിട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഒരു സൈഡ് ഇൻപുട്ടും ഒരു സൈഡ് ഔട്ട്പുട്ടുമാണ്. അത് സിലിണ്ടറിന്റെ ലെഫ്റ്റ് സൈഡില് നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇൻപുട്ട്. റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ഔട്ട്പുട്ട്. അതിലൂടെയാണ് പുറത്തേക്ക് ഓയിൽ വരിക. ഇനി റൈറ്റ് സൈഡിൽ ഓയിൽ കയറ്റുകയാണെങ്കിൽ പിസ്റ്റൺ റിട്രാക്ട് ചെയ്യും. അപ്പോ ലെഫ്റ്റ് സൈഡിലാണ് അതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഏത് സൈഡിലാണ് ഇൻപുട്ട്, ഏത് സൈഡിലാണ് ഔട്ട്പുട്ട് എന്നനുസരിച്ചിട്ടിരിക്കും മീറ്റർ ഇൻ സ്പീഡ് കൺട്രോള് പറയാനായിട്ട് സാധിക്കുക. ചിത്രം ശ്രദ്ധിക്കുക. നമ്മൾ അതിന്റെ പ്രവർത്തനത്തിനെ ഒന്ന് അനലൈസ് ചെയ്യാണ്. നിലവിലെ കണക്ഷൻ അനുസരിച്ച് നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോ സിലിണ്ടറിലേക്ക് ഇല്ല. എന്നാൽ പുഷ് ബട്ടൺ 1 ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ പോർട്ടിലൂടെ വരുന്ന ഫ്ലൂയിഡ് വർക്കിംഗ് പോർട്ട് എയിലൂടെ കടന്ന് ലെഫ്റ്റ് സൈഡിലുള്ള നോൺ റിട്ടേൺ വാൽവിലും വേരിയബിൾ ഓറിഫൈസിന്റെ ബ്ലോക്കിലേക്ക് എത്തുന്നു. നോൺ റിട്ടേൺ വാൽവ് ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അത് ഓറിഫൈസിലൂടെ കടന്ന് സിലിണ്ടറിന്റെ ഇൻപുട്ടിലേക്ക് ചെല്ലുന്നു. ഓറിഫൈസ് ഒരു വേരിയബിൾ ഓറിഫൈസ് ആണ്. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് സിലിണ്ടറിലേക്കുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പിസ്റ്റന്റെ എക്സ്റ്റാൻഡിങ്, അതായത് പുറത്തേക്ക് വരുന്നതിന്റെ സ്പീഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ലെഫ്റ്റ് സൈഡാണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡാണ്. അപ്പൊ ഇൻപുട്ടിലാണ് ഞാനിപ്പോ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ ആണ്. സിലിണ്ടർ എക്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ സിലിണ്ടറിനകത്ത് റൈറ്റ് സൈഡിലുള്ള ഓയില് അത് അതിന്റെ താഴെയുള്ള ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിലേക്ക് ചെല്ലുന്നു. പക്ഷെ അത് ഓറിഫൈസിലേക്ക് കടക്കില്ല. പകരം നോൺ റിട്ടേൺ വാൽവ് ഓപ്പൺ ആണ്. അവിടെ ഓപ്പൺ ചെയ്ത് നോൺ റിട്ടേൺ വാൽവിലൂടെ വന്ന് വർക്കിംഗ് പോർട്ട് ബിയിലൂടെ കടന്ന് എക്സോസ്റ്റ് പോർട്ട് ടിയിലൂടെ നേരെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അവിടെ കൺട്രോളിംഗ് നടക്കുന്നില്ല. എക്സ്റ്റാൻഡിൽ റൈറ്റ് സൈഡിൽ കൺട്രോളിംഗ് നടക്കുക, ഔട്ട്പുട്ടിൽ കൺട്രോളിംഗ് നടക്കുന്നില്ല. ഇൻപുട്ടിൽ മാത്രമാണ് കൺട്രോൾ. അതുകൊണ്ടാണ് അത് മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ എന്ന് വിളിക്കപ്പെട്ടത്. അടുത്തതായിട്ട് പുഷ് ബട്ടൺ PB2 ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രഷർ പോർട്ടിലുള്ള ഓയില് വർക്കിംഗ് പോർട്ട് ബിയിലേക്കാണ് കടന്നു പോവുക. ആരോ ക്രോസ്ഡ് ആണ്, വർക്കിംഗ് പോർട്ട് ബിയിലേക്കാണ് കടന്നു പോവുക. അങ്ങനെ വരുമ്പോൾ അത് നേരെ നമ്മുടെ ഫ്ലോ കൺട്രോളിംഗ് റൈറ്റ് സൈഡിലുള്ള ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിലേക്ക് എത്തുന്നു. അവിടെ നോൺ റിട്ടേൺ വാൽവ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് ഓറിഫൈസിലൂടെ വേരിയബിൾ ഓറിഫൈസിലൂടെ കടന്ന് ഫ്ലോ കൺട്രോൾ കഴിഞ്ഞ് അത് സിലിണ്ടറിന്റെ റൈറ്റ് സൈഡിൽ എത്തുന്നു. നേരത്തെ സിലിണ്ടർ എക്സ്റ്റാൻഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ അത് റിട്രാക്ട് ചെയ്യും. അപ്പൊ അതിന്റെ സ്പീഡിനെ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള, അതായത് ഇൻപുട്ടിലുള്ള ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉണ്ടാവണമെന്ന് പരിശോധിക്കാം. സിലിണ്ടർ റിട്രാക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഓയില് നേരെ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിലേക്ക് വരുന്നു. പക്ഷെ അവിടെ നോൺ റിട്ടേൺ വാൽവ് ഓപ്പൺ ആണ്. അതുകൊണ്ട് അത് ഓറിഫൈസിലൂടെ കടക്കാതെ നോൺ റിട്ടേൺ വാൽവിലൂടെ കടന്ന് വർക്കിംഗ് പോർട്ട് എയിലേക്ക് വന്ന് നേരെ നമ്മുടെ ടാങ്കിലേക്ക്, അതായത് ഓയിൽ ടാങ്കിലേക്ക് റിട്ടേൺ പോകുന്നു. അപ്പൊ ഈ രണ്ട് കേസുകളിലും ഫ്ലോ കൺട്രോൾ നടക്കുന്നത് ഇൻപുട്ടിലാണ്. സിലിണ്ടറിന്റെ അകത്തേക്ക് വരുന്ന പാത്തിലാണ് ഫ്ലോ കൺട്രോൾ വെച്ചിരിക്കുന്നത്. അത് റൈറ്റ് സൈഡിലായിക്കോട്ടെ ലെഫ്റ്റ് സൈഡിലായിക്കോട്ടെ, ഇൻപുട്ട് സമയത്താണ് നമുക്ക് ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിന് മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. മീറ്റർ ഇൻ വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സിലാണ്. എന്നാൽ ന്യൂമാറ്റിക് സിസ്റ്റത്തില് മീറ്റർ ഇൻ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ മീറ്റർ ഇന്റെ മറ്റൊരു പോരായ്മയാണ് റണ്ണിങ് അവേ ലോഡ്സില് മീറ്റർ ഇൻ ഉപയോഗിക്കാറില്ല എന്നുള്ളത്. അതിന്റെ കാരണം ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ,
വെർട്ടിക്കലി മൗണ്ടഡ് സിലിണ്ടർ ആണ് എന്ന് വിചാരിക്കുക. അതായത് കുത്തനെ നിൽക്കുന്ന ഒരു സിലിണ്ടറിൽ പിസ്റ്റൺ താഴോട്ടാണെന്ന് വിചാരിക്കുക. ആ പിസ്റ്റണിൽ ഒരു ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ പിസ്റ്റൺ താഴോട്ട് എക്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ, അത് പുറത്തേക്ക് എക്സ്റ്റാൻഡ് ചെയ്യപ്പെടുമ്പോൾ രണ്ട് ഫോഴ്സ് ആണ് ആ ലോഡിൽ ഉണ്ടാവുക. ഒന്ന് ആ ലോഡിന്റെ വെയിറ്റ് പ്ലസ് ഗ്രാവിറ്റേഷണൽ പുൾ താഴേക്കുള്ളത്. അങ്ങനെയാവുമ്പോൾ പിസ്റ്റൺ വേഗത്തിൽ താഴോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും എന്നാൽ പിസ്റ്റന്റെ മുകൾ ഭാഗത്ത് സിലിണ്ടറിന്റെ ഇൻപുട്ടില് ആവശ്യത്തിനുള്ള ഓയിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതിന്റെ കാരണം മീറ്ററിംഗ് സർക്യൂട്ടുകളിൽ ഇൻപുട്ടിലാണ് ഫ്ലോ കൺട്രോൾ വെച്ചിരിക്കുന്നത്. ഫ്ലോ അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ കാവിറ്റേഷൻ ഉണ്ടാവും. വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് കാവിറ്റേഷൻ. അപ്പൊ കാവിറ്റേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അത് സിലിണ്ടറിന്റെ ആയുസിനെ ബാധിക്കും. അതുപോലെ സിലിണ്ടറിൽ ജെർക്കിംഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള റണ്ണിങ് അവേ ലോഡ്സിൽ അല്ലെങ്കിൽ ലോഡുകൾക്ക് വ്യത്യാസം വരുന്ന സ്ഥലങ്ങളിൽ മീറ്ററിംഗ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. ഈ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ മീറ്റർ ഔട്ട് സർക്യൂട്ടുകളെ ആശ്രയിക്കുന്നത്. ഒരു മീറ്ററിംഗ് ഫ്ലോ കൺട്രോളിന്റെ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ അതിലൊരു പമ്പ് ഉണ്ട്, പ്രഷർ പമ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഉണ്ട്. ഇപ്പൊ നിലവിലെ പൊസിഷനിലെ സിലിണ്ടറിന്റെ അകത്തേക്കോ സിലിണ്ടറിന് പുറത്തേക്കോ ഓയിൽ ഫ്ലോ ഇല്ല. കാരണം ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ക്ലോസ്ഡ് പൊസിഷനിലാണ്. ഇനി ഡയറക്ഷണൽ കൺട്രോൾ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ ലൈനിലൂടെ ഓയിൽ വന്ന് നോൺ റിട്ടേൺ വാൽവിൽ എത്തുമ്പോൾ, ബ്ലൂ ലൈനിലുള്ള നോൺ റിട്ടേൺ വാൽവിൽ എത്തുമ്പോൾ ബ്ലോക്ക് ആവും. അതുകൊണ്ട് ഓയിൽ ഒറിഫൈസിലൂടെ കടന്ന്, അതായത് നമ്മുടെ ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസ് ഒറിഫൈസിലൂടെ കടന്ന് അത് സിലിണ്ടറിന്റെ ബ്ലൈൻഡ് ഏരിയയിലേക്ക് വരുന്നു, അതായത് അടഞ്ഞ ഭാഗത്തേക്ക് വരുന്നു. സിലിണ്ടർ എക്സ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ സിലിണ്ടർ എക്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ റെഡ് പോർഷനിലുള്ള ഓയില് അത് നേരെ അടിയിലുള്ള ലൈനിൽ കൂടി വന്ന് ഒറിഫൈസിന്റെ അവിടേക്കും നമ്മുടെ ചെക്ക് വാൽവിന്റെ അടുത്തേക്ക് എത്തുന്നു. ചെക്ക് വാൽവ് ഓപ്പൺ ആവുന്നതുകൊണ്ട് ചെക്ക് വാൽവിലൂടെ കടന്ന് അത് തിരിച്ച് ടാങ്കിലേക്ക് വരുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൺട്രോളിംഗ് നടക്കുന്നത് മുകളിലുള്ള, അതായത് ഇപ്പോഴത്തെ ബ്ലൂ ലൈനിലാണ് കൺട്രോളിംഗ് നടക്കുക. കാരണം അത് ഒറിഫൈസിലൂടെ കടന്നു പോകുന്ന സ്ഥലത്താണ് അതിന്റെ കൺട്രോളിംഗ് നടക്കുന്നത്, വേരിയബിൾ ഒറിഫൈസിലൂടെ കൺട്രോൾ ചെയ്യുന്നത്. താഴെ ചെക്ക് വാൽവിലൂടെ കടന്നു പോകുന്ന കാരണം അവിടെ കൺട്രോൾ ഇല്ല, ഇൻപുട്ടിലാണ് കൺട്രോളിംഗ്. ഇവിടെ ബ്ലൈൻഡ് ഏരിയ ഇൻപുട്ടാണ്. അപ്പൊ അവിടെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, സിലിണ്ടറിലെ പിസ്റ്റൺ മിഡ്വേ കടക്കുമ്പോൾ, അതായത് പകുതി ദൂരം കടക്കുമ്പോൾ തന്നെ ലോഡ് താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഗ്രാവിറ്റി പുൾ ഉണ്ടാവുകയും പിസ്റ്റൺ കൂടുതൽ വേഗത്തിൽ പുറത്തേക്ക് ചലിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അങ്ങനെ ചലിക്കുമ്പോൾ മതിയായ ഓയില് അതിന്റെ ബ്ലൈൻഡ് ഏരിയയില്, സിലിണ്ടറിന്റെ ബ്ലൈൻഡ് സൈഡില് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റാതെ വരികയും, കാരണം അവിടെയാണ് നമ്മുടെ ഫ്ലോ കൺട്രോൾ ഡിവൈസ് ഇരിക്കുന്നത്, മതിയായ ഓയിൽ അവിടേക്ക് എത്താനുള്ള സാധ്യത കുറയുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ കാവിറ്റേഷൻ ഉണ്ടാകുകയും സിലിണ്ടറിൽ ജെർക്ക് അനുഭവപ്പെടുകയും ഉണ്ടാകും. ഇനി പുറത്തോട്ട് പോകുന്ന ഓയില് ചെക്ക് വാൽവിലൂടെയാണ് കടന്ന് തിരിച്ച് ടാങ്കിലേക്ക് എത്തുന്നത്. ഒറിഫൈസിലൂടെ കടക്കാത്തതിനാൽ അവിടെ ഫ്ലോ കൺട്രോൾ ഉണ്ടാകുന്നില്ല, അതായത് ഔട്ട്പുട്ടിൽ ഫ്ലോ കൺട്രോൾ ഇല്ല. ഇനി നമുക്കത് വീഡിയോയിലൊന്ന് പരിശോധിക്കാം. ഇനി നമ്മൾ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ മാറ്റാനായിട്ട് പോവുകയാണ്. ഡയറക്ഷൻ കൺട്രോൾ വാൽവ് സ്വിച്ച് ചെയ്യുമ്പോൾ സിലിണ്ടറിന്റെ ലോഡ് എൻഡിലാണ് ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻപുട്ടിലാണ് ഫ്ലോ കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ലോഡ് എൻഡില് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓയിൽ ഫ്ലോ താഴെയുള്ള ലൈനിൽ വന്ന് ചെക്ക് വാൽവിൽ തട്ടി ബ്ലോക്കായി നിൽക്കുന്നു. അത് ഒറിഫൈസിലൂടെ കടന്ന് സിലിണ്ടറിനെ പിന്നിലേക്ക് റിട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നിലേക്ക് റിട്രാക്ട് ചെയ്യുമ്പോൾ സിലിണ്ടറിന്റെ ബ്ലൈൻഡ് എൻഡിലുള്ള ഓയില് മുകളിലൂടെയുള്ള ലൈനിലൂടെ പോയി ചെക്ക് വാൽവിലൂടെ കടന്ന് തിരിച്ച് ഓയിൽ ടാങ്കിലേക്ക് പോകുന്നു. ഇവിടെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, സിലിണ്ടർ മിഡ്വേ കിടക്കുമ്പോൾ സിലിണ്ടറിന്റെ പിസ്റ്റൺ പകുതി ദൂരം പാസ് ചെയ്യുമ്പോൾ ലോഡ് ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളതുകൊണ്ട് സിലിണ്ടറിന്റെ പിസ്റ്റൺ കൂടുതൽ വേഗത്തിൽ റിട്രാക്ട് ചെയ്യപ്പെടുകയും കാവിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീറ്റർ ഇൻ ഫ്ലോ കൺട്രോളിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് ഇത്. മീറ്റർ ഔട്ട് സ്പീഡ് കൺട്രോൾ. മീറ്റർ ഇന്നിൽ ഇൻപുട്ടിലാണ് ഫ്ലോ കൺട്രോൾ ചെയ്തിട്ടുള്ളെങ്കിൽ മീറ്റർ ഔട്ടിലെ ഔട്ട്പുട്ടിലാണ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സ്പീഡ് കൺട്രോൾ ബൈ റെഗുലേറ്റിംഗ് ഫ്ലോ കമ്മിങ് ഔട്ട് ഓഫ് ആക്ച്വേറ്റർ ഇസ് കോൾഡ് മീറ്റർ ഔട്ട് മെത്തേഡ്. അപ്പൊ മീറ്റർ ഔട്ട് സർക്യൂട്ട് സാധാരണഗതിയിൽ ഹൈഡ്രോളിക്കിലും ന്യൂമാറ്റിക്കിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ റണ്ണവേ ലോഡ്സിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ഔട്ട്പുട്ടിലാണ് കൺട്രോൾ വരുന്നത്. അവിടെ റണ്ണവേയുടെ പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ലോഡ് ഗ്രാവിറ്റേഷണൽ പുള്ളോ അങ്ങനെയൊന്നും അവിടെ അഫക്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സർക്യൂട്ട് റൈറ്റ് സൈഡിലുള്ള സർക്യൂട്ട് പരിശോധിക്കാം. ഇവിടെ ചെക്ക് വാൽവിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. മീറ്റർ ഇൻ സർക്യൂട്ടിന്റെ നേരെ എതിരായിട്ടാണ് രണ്ട് ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിലും ചെക്ക് വാൽവ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ വാൽവ് ഓപ്പറേറ്റഡ് ആണ്, ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ഓപ്പറേറ്റഡ് ആണ്. ഓയിൽ ഫ്ലോന്റെ ഡയറക്ഷൻ നോക്കുക. അത് നേരെ മുകളിലോട്ട് പോയി ടോപ്പിലുള്ള ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിൽ എത്തുന്നു. ചെക്ക് വാൽവ് ഓപ്പൺ ആയതുകൊണ്ട് അതിലൂടെ ഓയിൽ ഫ്ലോ കടന്ന് സിലിണ്ടറിന്റെ ബ്ലൈൻഡ് ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുന്നതോടുകൂടി സിലിണ്ടറിൽ പിസ്റ്റൺ എക്സ്റ്റാൻഡ് ചെയ്യപ്പെടുകയും ലോഡ് താഴോട്ട് വരികയും ചെയ്യുന്നു. അതേസമയം സിലിണ്ടറിന്റെ ലോഡ് എൻഡിലുള്ള ഓയില് രണ്ടാമത്തെ ഫ്ലോ കൺട്രോളിംഗ് താഴെയുള്ള ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസിലൂടെ വരുന്നു. അവിടെ ചെക്ക് വാൽവില് വന്ന് ബ്ലോക്ക് ആവുന്നു. ഒറിഫൈസിലൂടെ കടന്ന് തിരികെ ടാങ്കിലേക്ക് പോകുന്നു. അപ്പൊ ആ ഒറിഫൈസിൽ വേരിയബിൾ ഒറിഫൈസ് ആണ്. അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പിസ്റ്റൺ താഴോട്ട് വരുന്നതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിസ്റ്റന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഫ്ലോവിനെ കൺട്രോൾ ചെയ്തത്. ഇൻപുട്ടിൽ അത് ചെക്ക് വാൽവിലൂടെ കടന്നു വന്നതുകൊണ്ട് നമുക്ക് അവിടെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ഔട്ട്പുട്ടിലാണ് നമ്മൾ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു മീറ്റർ ഔട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് മാറ്റി സ്വിച്ച് ചെയ്താലോ? അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ലോഡ് എൻഡ് ആണ്. അവിടേക്ക് ഓയിൽ വരുന്നു. അവിടെ ചെക്ക് വാൽവ് ഓപ്പൺ ആവും. അതിലൂടെ ഓയിൽ കടന്ന് സിലിണ്ടറിലേക്ക് എത്തുന്നു. പിസ്റ്റൺ മുകളിലോട്ട് ചലിക്കുന്നു. അപ്പോൾ പിസ്റ്റന്റെ മുകളിലുള്ള ഓയില്, അതായത് സിലിണ്ടറിന്റെ ബ്ലൈൻഡ് ഏരിയയിലുള്ള ഓയില്, അത് ചെക്ക് വാൽവിലൂടെ കടക്കുന്നില്ല. അവിടെ ചെക്ക് വാൽവ് ബ്ലോക്ക് ആവും. തൽഫലമായി അത് ഒറിഫൈസിലൂടെ വേരിയബിൾ ഒറിഫൈസിലൂടെ കടന്ന് തിരികെ ടാങ്കിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ ഓയിലിനെ കൺട്രോൾ ചെയ്യണത് ഔട്ട്പുട്ടിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ മീറ്റർ ഔട്ട് എന്ന് വിളിക്കാനായിട്ട് കാരണം. എപ്പോഴും ഔട്ട്പുട്ടിലാണ് ഓയിലിനെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് പിസ്റ്റന്റെ സ്പീഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മീറ്റർ ഔട്ട് എന്ന് വിളിക്കാൻ കാരണം. ഈ രണ്ട് സമയത്തും പിസ്റ്റൺ എക്സ്റ്റാൻഡ് ചെയ്യപ്പെടുമ്പോഴും റിട്രാക്ട് ചെയ്യപ്പെടുമ്പോഴും കാവിറ്റേഷൻ ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം ഔട്ട്പുട്ടിൽ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് പിസ്റ്റൺ റണ്ണവേ ലോഡ്സിലെ വേഗത്തില് അല്ലെങ്കിൽ ലോഡിൽ വ്യത്യാസം വരുന്ന സമയത്ത് പിസ്റ്റന്റെ വേഗതയ്ക്ക് ഒരു മാറ്റവും വരാനുള്ള സാധ്യത ഉണ്ടാവുന്നില്ല. കാരണം ഔട്ട്പുട്ടിൽ ഫ്ലോ കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് മീറ്റർ ഔട്ട് സർക്യൂട്ടുകള് റണ്ണവേ ലോഡുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് നമ്മൾ പറയാനുള്ള കാരണം. സർക്യൂട്ടിനെ പറ്റി ഇനി കാര്യമായി വിശദീകരിക്കുന്നില്ല. നമുക്ക് അതിന്റെ പ്രവർത്തനം നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔട്ട്പുട്ടിലാണ് കൺട്രോൾ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, കാവിറ്റേഷൻ, നേരത്തെ പറഞ്ഞ പോലെ കാവിറ്റേഷൻ ഉണ്ടാകുന്നില്ല എന്നീ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. വീഡിയോയിലേക്ക് പോകാം. അടുത്തൊരു സ്പീഡ് കൺട്രോൾ മെത്തേഡാണ് ബ്ലീഡ് ഓഫ്
കൺട്രോൾ. വളരെ എളുപ്പമുള്ള ഒരു കൺട്രോളിംഗ് മെത്തേഡാണിത്. അതില് നമ്മൾ ചെയ്യുന്നത് ടാങ്കിൽ നിന്ന് പ്രഷർ പമ്പ് വഴി പമ്പ് ചെയ്യുന്ന ഓയിലിന്റെ ഒരു പാർട്ട് ഒരു വേരിയബിൾ ഫോറിഫൈസിലൂടെ കടത്തി നേരെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ ഫീഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ബാക്കിയുള്ള ഓയിലാണ് നമ്മുടെ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിലൂടെ കടന്ന് സിലിണ്ടറിലേക്ക് എത്തുന്നത്. ഇവിടെ ചിത്രത്തിൽ നോക്കുക, നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിലും ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. നേരെ ഓയില് പമ്പ് വഴി പമ്പ് ചെയ്ത് ഒരു പാർട്ട് ബ്ലീഡ് ഓഫ് ചെയ്ത് നേരെ തിരിച്ച് ടാങ്കിലേക്ക് വരുന്നു. അടുത്ത പാർട്ട് നമ്മുടെ പ്രഷർ പോർട്ടിലൂടെ കടന്ന് വർക്കിംഗ് പോർട്ട് എയിലേക്ക് എത്തി അവിടെ നിന്ന് ആക്ച്വേറ്ററിലേക്ക് എത്തുന്നു. അവിടുന്ന് പിസ്റ്റണിനെ പുറത്തേക്ക് എക്സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ അപ്പുറത്തുള്ള ഔട്ട്പുട്ട് സൈഡിലുള്ള ഓയില് നേരെ തിരിച്ച് ബി എന്ന വർക്കിംഗ് പോർട്ട് വഴി ടി എന്ന എക്സോസ്റ്റ് പോർട്ടിലേക്ക് കടന്ന് തിരിച്ച് ടാങ്കിലേക്ക് തന്നെ എത്തുന്നു. ഈ ബ്ലീഡ് ഓഫ് കൺട്രോള് നമ്മളെപ്പോഴും ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുക. അതും കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ ഫിക്സഡ് വോളിയം പമ്പ് ചെയ്യുന്ന പമ്പുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം പമ്പ് ഓരോ സമയത്തും ഓരോ തരത്തില് ഓയിലിനെ, ഓരോ എമൗണ്ട് ഓയിലിനെ പമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലീഡ് ഓഫ് വാൽവ് കൃത്യമായി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് കോൺസ്റ്റന്റ് വോളിയം പമ്പുകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിലാണ് ബ്ലീഡ് ഓഫ് കൺട്രോൾ ഉപയോഗിക്കുക. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു വാൽവാണ് ഷട്ടിൽ വാൽവ്. ഷട്ടിൽ വാൽവ് is a combination of 2 NRV non-return valve placed face to face but having common poppet. 2 നോൺ റിട്ടേൺ വാൽവുകൾ മുഖാമുഖം വെച്ച പോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഷട്ടിൽ വാൽവിനുള്ളത്. പക്ഷെ അതിനൊരു കോമൺ ഒരൊറ്റ പോപ്പറ്റേ ഉണ്ടായിരിക്കുള്ളൂ. 2 ചിത്രങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ 3 പോർട്ടുകളുള്ള ഒരു ഷട്ടിൽ വാൽവാണ്. ഷട്ടിൽ വാൽവിന് 3 പോർട്ടുകളാണ് ഉണ്ടാവുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. എക്സ്, വൈ, എ എന്ന് പറഞ്ഞ വർക്കിംഗ് പോർട്ടാണ്. ഇതിൽ വൈയിലൂടെ നമ്മുടെ ഫ്ലൂയിഡ് വരികയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ പോർട്ട് ബ്ലോക്ക് ആവുകയും പോപ്പറ്റ് ബ്ലോക്ക് ചെയ്യുകയും എ എന്ന വർക്കിംഗ് പോർട്ടിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ എക്സ് എന്ന പോർട്ടിലൂടെയാണ് ഫ്ലൂയിഡ് വരുന്നതെങ്കിൽ വൈ എന്ന പോർട്ട് പോപ്പറ്റ് ബ്ലോക്ക് ചെയ്യുകയും എ എന്ന് പറഞ്ഞ വർക്കിംഗ് പോർട്ടിലേക്ക് എയറിനെ ഡയറക്റ്റ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ഷട്ടിൽ വാൽവിന്റെ വർക്കിംഗ്. ഷട്ടിൽ വാൽവിന്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ആ സിമ്പിളിൽ അതിന്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഷട്ടിൽ വാൽവിന്റെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 3-4 ചിത്രങ്ങളൊക്കെ ഇതിന് തന്നിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ഫിഗറിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഒരു ന്യൂമാറ്റിക് സിസ്റ്റം റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. 2 വാൽവുകളാണുള്ളത്, V1, V2. ഒരു ഷട്ടിൽ വാൽവ് കൊടുത്തിരിക്കുന്നു. അതിന് മുകളിൽ ഒരു ഫ്ലോ കൺട്രോൾ ഡിവൈസ് കൊടുത്തിരിക്കുന്നു. അതിനപ്പുറത്ത് ഒരു സിലിണ്ടർ, ഒരു പിസ്റ്റൺ അസംബ്ലി, സ്പ്രിംഗ് ടെൻഷൻഡ് സിലിണ്ടർ ആണ്. ഇനി നമ്മളിവിടെ V1 ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എയർ ഫ്ലോ V1ലൂടെ കടന്ന് ഷട്ടിൽ വാൽവിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള 1 എന്ന് പറഞ്ഞ ടെർമിനലിൽ എത്തുന്നു. പോപ്പറ്റ് റൈറ്റ് സൈഡിലുള്ള 1 എന്ന ടെർമിനലിനെ ബ്ലോക്ക് ചെയ്യും. 2 എന്ന പാത്തിലൂടെ കടന്ന് പിസ്റ്റണിനെ എക്സ്റ്റാൻഡ് ചെയ്യും. എന്നാൽ വാൽവ് ഡിസെൻഗേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ സ്പ്രിങ്ങിന്റെ ടെൻഷൻ മൂലം പിസ്റ്റൺ പുറകിലേക്ക് റിട്രാക്ട് ചെയ്യുകയും അവിടെയുള്ള എയർ V1ലൂടെ തന്നെ എക്സോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ V2 ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എയർ V2ലേക്ക് കടന്ന് റൈറ്റ് സൈഡിലുള്ള 1 എന്ന് പറഞ്ഞ പോർട്ടിലെത്തുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള 1 എന്ന് പറഞ്ഞ പോർട്ടിനെ പോപ്പറ്റ് ക്ലോസ് ചെയ്യുന്നു. 2ലൂടെ കടന്ന് പിസ്റ്റണിനെ എക്സ്റ്റാൻഡ് ചെയ്യുന്നു. വാൽവ് റിലീസ് ചെയ്ത് V2 റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് പിസ്റ്റണിനെ പഴയ പൊസിഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എയർ V2ലൂടെ തന്നെ ഡിസെൻഗേജ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു. ഇനി V1, V2 ഈ 2 വാൽവുകളും സൈമൾട്ടേനിയസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എയർ 2 വാൽവിലൂടെയും കടന്ന് ഷട്ടിൽ വാൽവിൽ എത്തുന്നു. ഷട്ടിൽ വാൽവിൽ പോപ്പറ്റ് ഫ്ലോട്ട് ചെയ്യും. എയർ 2 എന്ന പോർട്ടിലൂടെ കടന്ന് പിസ്റ്റണിനെ എക്സ്റ്റാൻഡ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു വാൽവ് ഓഫ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഷട്ട് ഓഫ് ചെയ്തുകൊണ്ട് പിസ്റ്റൺ പഴയപടി എത്തില്ല. കാരണം മറ്റു വാൽവിലൂടെ എയർ ഫ്ലോ ഉള്ളത് കൊണ്ട്. 2 വാൽവും റിലീസ് ചെയ്താൽ മാത്രമേ പിസ്റ്റൺ പഴയപടി തിരിച്ച് പൊസിഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ 2 വാൽവും ക്ലോസ് ചെയ്യുമ്പോൾ ഇതിലൂടെയുള്ള എയർ 2 വാൽവിലൂടെയും എക്സോസ്റ്റ് ചെയ്തു പോകും.
അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് റോളർ വാൽവ്. ന്യൂമാറ്റിക് റോളർ വാൽവ് ഈസ് യൂസ്ഡ് ഫോർ മെക്കാനിക്കൽ പൊസിഷൻ സെൻസിങ് ഇൻ മെഷീൻ ഓട്ടോമേഷൻ സിസ്റ്റം. ഒരു പിസ്റ്റന്റെയോ അല്ലെങ്കിൽ ഒരു മൂവിംഗ് പാർട്ടിന്റെയോ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോളർ വാൽവ് ഉപയോഗിക്കാറ്. അതിന്റെ റോളർ മേൽ ആ മൂവിംഗ് പാർട്ട് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഈ വാൽവ് ആക്ടിവേറ്റഡ് ആവുന്നതും ഫ്ലൂയിഡ് ഫ്ലോന്റെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂമാറ്റിക് റോളർ വാൽവുകൾ സാധാരണ ഉണ്ടാക്കുക ഡൈകാസ്റ്റ് സിങ്ക് അലുമിനിയം അലോയ് അത് ഉപയോഗിച്ചിട്ടാണ്. അത് മെഷീൻ ചെയ്തിട്ടുണ്ടാവും, ലാക്കർ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനും റിലയബിലിറ്റി കൂട്ടാനും. കാരണം അതൊരു വസ്തു അതിന് ഒന്ന് തട്ടുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അതുകൊണ്ട് അതിന് കൃത്യമായ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റോളർ വാൽവിന്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, പ്രഷർ കൺട്രോൾ വാൽവ്. പ്രഷർ കൺട്രോൾ വാൽവ് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രഷർ റിലീഫ് വാൽവുകൾ, പ്രഷർ റെഡ്യൂസിംഗ് വാൽവുകൾ, പ്രഷർ റെഗുലേറ്റേഴ്സ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. പ്രഷർ റിലീഫ് വാൽവ് ഒരു സിസ്റ്റത്തിലുള്ള പ്രഷറിനെ കൃത്യമായി സെറ്റ് ചെയ്യുന്നതും അതിന് മുകളിൽ പോകുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. പ്രഷർ റിലീഫ് വാൽവിന്റെ മറ്റൊരു പ്രവർത്തനമാണ് എക്സസ് എമൗണ്ട് ആയിട്ട് വരുന്ന കൂടുതലായിട്ട് വരുന്ന ഓയില് അതിനെ ടാങ്കിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്ത് എക്സസ് പ്രഷറിനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ എക്സസ് പ്രഷറിനെ കുറയ്ക്കുക. ഇതാണ് ഒരു പ്രഷർ റിലീഫ് വാൽവിന്റെ പ്രവർത്തനം. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു പോയിന്റ് ആണ്. എപ്പോഴും പ്രഷർ റിലീഫ് വാൽവ് സിസ്റ്റത്തിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു പ്രഷർ റിലീഫ് വാൽവ് സിസ്റ്റത്തിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഇനി താഴെയുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്രഷർ റിലീഫ് വാൽവിലെ ഒരു പൊപ്പറ്റ് ഒരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ട് ഒരു നോബിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രഷർ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. പി എ എന്ന് പറഞ്ഞ പോർട്ട്, അതായത് പ്രഷർ പോർട്ടിലെ എയർ വരികയും ആ പ്രഷർ അനുസരിച്ച് ഈ പൊപ്പറ്റിനെ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഏത് പ്രഷറിലാണ് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നോബ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ലിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ പ്രഷർ എക്സോസ്റ്റ് പോർട്ട് ടി എന്ന് പറയുന്ന എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് റിലീഫ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ചിത്രത്തില് അതിന്റെ വർക്കിംഗ് കാണിച്ചിട്ടുണ്ട്. പി എയിൽ നിന്ന് പ്രഷർ വന്ന് എയർ പ്രഷർ ആ പൊപ്പറ്റിനെ ലിഫ്റ്റ് ചെയ്ത് ടി ബി എന്ന് പറഞ്ഞ പോർട്ടിലൂടെ പുറത്തേക്ക് റിലീഫ് ചെയ്ത് വിടുന്നത്. വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ വർക്കിംഗ് ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക പോർഷനിൽ എത്തുമ്പോൾ ബോള് ലിഫ്റ്റ് ആയി തുടങ്ങുകയും അതിലൂടെ എക്സോസ്റ്റ് ആയി പോകുന്നത് വീഡിയോയിലൂടെ വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭാഗത്തുള്ള ഡയഗ്രാം ശ്രദ്ധിക്കുക. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതില് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പമ്പ് ചെയ്ത് അത് നോൺ റിട്ടേൺ വാൽവിലൂടെ കടന്ന് നമ്മുടെ ഡയറക്ഷണൽ വാൽവിലേക്ക് ചെല്ലുന്നു. നോൺ റിട്ടേൺ വാൽവിന് ശേഷം ഡയറക്ഷണൽ വാൽവിന് ഇടയിലായിട്ട് നമ്മുടെ പ്രഷർ റിലീഫ് വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രഷർ റിലീഫ് വാൽവിന്റെ ഔട്ട്, അതായത് എക്സോസ്റ്റ്, ഒരു സ്ട്രെയിനർ വഴി തിരിച്ച് ടാങ്കിലേക്ക് തന്നെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഈ നോൺ റിട്ടേൺ വാൽവ് വെക്കുന്നതിന്റെ ആവശ്യം പ്രഷർ റിലീഫ് വാൽവിൽ നിന്ന് തിരിച്ച് നേരിട്ട് പമ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ റിട്ടേൺ വാൽവ് വെച്ചിരിക്കുന്നത്. ഇനി ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റണിനെ ആക്ച്വേറ്റ് ചെയ്ത് തിരിച്ച് ഓയിൽ സമ്പിലേക്ക് അഥവാ ടാങ്കിലേക്ക് തന്നെ ഓയിൽ തിരിച്ചു വരുന്നു. എന്തെങ്കിലും കാരണവശാൽ പ്രഷർ എക്സീഡ് ചെയ്യുമ്പോൾ പ്രഷർ റിലീഫ് വാൽവിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ അനുസരിച്ച് വാൽവ് ഓപ്പൺ ആവുകയും അത് തിരിച്ച് ടാങ്കിലേക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. റൈറ്റ് സൈഡിലുള്ള വീഡിയോ ശ്രദ്ധിക്കാം. ഒരു ഹൈഡ്രോളിക് മോട്ടറാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഹൈഡ്രോളിക് മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് പമ്പ് ഉണ്ട്. പമ്പ് ഓയിൽ എടുക്കാനായിട്ട് ഒരു ഓയിൽ ടാങ്ക് ഉണ്ട്.
അപ്പൊ ഈ ഹൈഡ്രോളിക് മോട്ടർ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് കൺവെയറിലൂടെ ലോഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നോർമൽ വർക്കിംഗിൽ പ്രഷർ റിലീഫ് വാൽവിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ഇല്ല. എന്നാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹൈഡ്രോളിക് മോട്ടോർ ലോഡ് ആവുകയും പ്രഷർ സെറ്റ് വാല്യൂവിനെക്കാട്ടിലും മുകളിൽ എത്തുമ്പോൾ പ്രഷർ റിലീഫ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുകയും എക്സസ് പ്രഷറിലുള്ള ഫ്ലൂയിഡിനെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, പ്രഷർ റിലീഫ് വാൽവ് പാരലൽ ആയിട്ടാണ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വർക്കിംഗ് നോക്കാം. പ്രഷർ കൺട്രോൾ വാൽവുകളിലെ പ്രഷർ റെഡ്യൂസിംഗ് വാൽവിനെ പറ്റി നമുക്ക് നോക്കാം. അതൊരു ടു വേ വാൽവാണ്. പ്രഷർ റെഗുലേറ്റേഴ്സ് റെഡ്യൂസ് ദ ഇൻലെറ്റ് പ്രഷർ ടു ആൻ അഡ്ജസ്റ്റബിൾ ഔട്ട്ലെറ്റ് പ്രഷർ. ഔട്ട്ലെറ്റ് പ്രഷറിനനുസരിച്ച് ഇൻലെറ്റ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്ത് അത് സ്റ്റേബിൾ ആക്കുന്ന ഒരു വാൽവാണ് പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്. ഇത് സാധാരണ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുക. എങ്ങനെയുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തില് പല ഭാഗങ്ങളിലും പല പ്രഷർ വേണ്ട ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിലാണ് ഈ വാൽവുകൾ ഉപയോഗിക്കുക. സാധാരണഗതിയിൽ നോർമലി ഓപ്പൺ വാൽവുകളാണ്, ഇനീഷ്യൽ കണ്ടീഷനിൽ ഓപ്പൺ ആയിരിക്കുന്ന, ഫുള്ളി ഓപ്പൺ ആയിട്ടിരിക്കുന്ന വാൽവുകളാണ് പ്രഷർ റിഡ്യൂസിംഗ് വാൽവുകൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, പ്രഷർ റിഡ്യൂസിംഗ് വാൽവ് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക, എന്നാൽ പ്രഷർ റിലീഫ് വാൽവ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. നമുക്ക് അതിന്റെ വർക്കിംഗ് ഒന്ന് പരിശോധിക്കാം. ഫിഗർ നമ്പർ 4 ശ്രദ്ധിക്കുക. അത് ഒരു പ്രഷർ റെഡ്യൂസിംഗ് വാൽവാണ്. അതിനൊരു പ്രഷർ പോർട്ട് ഉണ്ട് പി, അതുപോലെ തന്നെ ഒരു വർക്കിംഗ് പോർട്ട് എ ഉണ്ട്. അത് പി എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ടോപ്പിലുള്ള പോർട്ട് അത് എ ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ പ്രഷർ പോർട്ടില് എയർ കൊടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കുന്നതനുസരിച്ച് അത് വർക്കിംഗ് പോർട്ടിലേക്ക് എത്തും. കാരണം വാൽവ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുക. നോർമലി ഓപ്പൺ വാൽവുകളാണ് പ്രഷർ റെഡ്യൂസിംഗ് വാൽവുകൾ. അപ്പൊ ശ്രദ്ധിച്ചാൽ കാണാം, വർക്കിംഗ് പോർട്ടിൽ നിന്ന് ഒരു ലൈൻ തിരിച്ച് സ്പൂളിന്റെ ലെഫ്റ്റ് എൻഡിലേക്ക് വരുന്നുണ്ട്. അതിനെ പൈലറ്റ് ലൈൻ എന്ന് വിളിക്കും. അപ്പൊ ഒരു പൈലറ്റ് ലൈൻ സ്പൂളിന്റെ ലെഫ്റ്റ് എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് പ്രഷർ, അതായത് വർക്കിംഗ് പോർട്ടിലത്തെ പ്രഷർ കൂടുകയാണെങ്കിൽ അത് പൈലറ്റ് ലൈനിൽ പ്രതിഫലിക്കുകയും അത് സ്പൂളിനെ പതുക്കെ റൈറ്റ് സൈഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്പൂള് റൈറ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ പ്രഷർ പോർട്ട് ഭാഗികമായി അടയുകയും വർക്കിംഗ് പോർട്ടിലത്തെ പ്രഷർ തൽഫലമായിട്ട് കുറയുകയും ചെയ്യും. പിന്നീട് വീണ്ടും പ്രഷർ അവിടെ അധികമാണെങ്കിൽ അത് പൈലറ്റ് ലൈനിൽ വീണ്ടും എത്തിക്കുകയും സ്പൂളിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോർട്ട് അടയ്ക്കാവുന്ന രീതിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിൽ വേണ്ട പ്രഷർ സെറ്റ് ചെയ്യുന്നത്, ആ റെഡ്യൂസിംഗ് വാല്യൂ സെറ്റ് ചെയ്യുന്നത് നോബ് ഉപയോഗിച്ചിട്ടാണ്. സ്പ്രിംഗ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെഡ്യൂസ്ഡ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള ഡയഗ്രാം ശ്രദ്ധിക്കാം. ഡയഗ്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഷർ റെഡ്യൂസിംഗ് വാൽവ് സിസ്റ്റത്തിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രഷർ പോർട്ടിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേ വർക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ പ്രഷർ കൂടുതലാണെങ്കിൽ അത് പ്രഷർ കുറച്ചതിന് ശേഷമുള്ള സ്റ്റേബിൾ പ്രഷറാണ് പിസ്റ്റണിലേക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. അതാണ് ചിത്രം അർത്ഥമാക്കുന്നത്. പ്രഷർ കൺട്രോൾ വാൽവുകളിലെ അടുത്ത ടൈപ്പ് വാൽവിനെ നമുക്ക് പരിചയപ്പെടാം. പ്രഷർ റെഗുലേറ്റർ വാൽവ്. അതൊരു 3 വേ വാൽവാണ്. നമ്മൾ നേരത്തെ കണ്ട പ്രഷർ റെഡ്യൂസിംഗ് വാൽവ് ഒരു 2 വേ വാൽവ് ആയിരുന്നു. ഇനി പ്രഷർ റെഗുലേറ്റർ വാൽവ് ഒരു 3 വേ വാൽവാണ്. അതിന്റെ പ്രത്യേകത, അതൊരു 2 വേ പ്രഷർ റെഗുലേറ്ററിന്റെയും ഒരു പ്രഷർ റിലീഫ് വാൽവിന്റെയും കോമ്പിനേഷനാണ്. ഒരു പ്രഷർ റെഡ്യൂസറിന്റെയും ഒരു പ്രഷർ റിലീഫ് വാൽവിന്റെയും, നമ്മൾ ആദ്യം പറഞ്ഞ 2 വാൽവുകളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു പ്രഷർ റെഗുലേറ്റർ 3 വേ വാൽവ്. ഫിഗർ 9 ശ്രദ്ധിക്കുക. അത് എ ഉണ്ട് വർക്കിംഗ് പോർട്ട്, അതുപോലെ പി ഉണ്ട് പ്രഷർ പോർട്ട്, പിന്നെ ഒരു ടി എന്ന് പറഞ്ഞൊരു എക്സോസ്റ്റ് പോർട്ട് ഇവിടെ അധികമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഒരു 3 വേ വാൽവ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഇതിന്റെ വർക്കിംഗ് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രഷർ പോർട്ടിൽ വരുന്ന എയർ വർക്കിംഗ് പോർട്ട് എയിലൂടെ കടന്നു പോകുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട്, എക്സ്റ്റേണൽ കാരണങ്ങൾ കൊണ്ട് എ എന്ന് പറഞ്ഞ വർക്കിംഗ് പോർട്ടിലെ പ്രഷർ കൂടുകയാണെങ്കിൽ അത് പൈലറ്റ് ലൈനിൽ റിഫ്ലക്ട് ചെയ്യുകയും അത് സ്പൂളിനെ പതുക്കെ റൈറ്റ് സൈഡിലേക്ക് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
അങ്ങനെ സ്പൂള് റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നതോടുകൂടി അത് പ്രഷർ പോർട്ടിനെ ക്ലോസ് ചെയ്ത് അത് നാരോ ചെയ്ത് വരികയും പ്രഷർ കുറയുകയും ചെയ്യുന്നു. എക്സസ് പ്രഷർ ടി എന്ന് പറഞ്ഞ എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രഷർ കൺട്രോൾ വാൽവിന്റെ പ്രവർത്തനം. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഒരു 3-വേ പ്രഷർ റെഗുലേറ്റർ ഏതൊക്കെ വാൽവുകളുടെ കോമ്പിനേഷനുകളാണെന്ന് ചോദിക്കാറുണ്ട്. അതൊരു 2-വേ പ്രഷർ റെഡ്യൂസിങ് വാൽവ് അല്ലെങ്കിൽ പ്രഷർ റെഗുലേറ്ററിന്റെയും ഒരു പ്രഷർ റിലീഫ് വാൽവ് PRV-യുടെയും കോമ്പിനേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അത് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്ത് കുറയ്ക്കുക മാത്രമല്ല, അത് എക്സസ് വരുന്ന പ്രഷറിനെ റിലീഫ് ചെയ്ത് വിടുന്നുണ്ട് TN എക്സോസ്റ്റ് പോർട്ടിലൂടെ. അതുകൊണ്ടാണ് ഇത് 2 വാൽവുകളുടെ കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വാൽവാണ് കൗണ്ടർ ബാലൻസിങ് വാൽവ്. The valve which is used to create a back pressure against pushing or pulling types of load to maintain normal speed of cylinder is known as counterbalance valve. ആദ്യത്തെ ചിത്രം ശ്രദ്ധിക്കുക. അതിലൊരു വെയിറ്റ് ഒരു പിസ്റ്റൺ മേൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റത്തിലെ പിസ്റ്റണിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിട്രാക്റ്റിംഗ് പോർഷനില് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ വെയിറ്റിനെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എക്സ്റ്റാൻഡിങ് പൊസിഷനിൽ പിസ്റ്റൺ താഴോട്ട് വരുമ്പോൾ, വെയിറ്റ് താഴോട്ട് വരുന്ന സന്ദർഭത്തില് വെയിറ്റിന്റെ ഭാരം കൊണ്ടും അത് കൂടാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ പിസ്റ്റൺ താഴേക്ക് വരാനും അത് സിലിണ്ടറിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തില് അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്ത് പിസ്റ്റന്റെ താഴേക്ക് വരുന്ന സ്പീഡിനെ കൺട്രോൾ ചെയ്ത് പതുക്കെ എത്തിക്കാനാണ്, ആ വെയിറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാൽവാണ് കൗണ്ടർ ബാലൻസിങ് വാൽവ്. ആദ്യത്തെ വീഡിയോ ശ്രദ്ധിക്കാം. ഒരു ഹൈഡ്രോളിക് പമ്പ് ഒരു സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഉണ്ട്. അതിന്റെ വാൽവ് ആക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റണിലേക്ക് ഫ്ലോ വരികയും വെയിറ്റ് താഴോട്ട് വരികയും ചെയ്യുന്നു. ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് ഇതിന് കേടുപാട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇവിടെയാണ് നമ്മൾ കൗണ്ടർ ബാലൻസിങ് വാൽവ് സെറ്റ് ചെയ്യുകയും അതിന്റെ പ്രവർത്തനത്തിനെ സുഗമമാക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് രണ്ടാമത്തെ ഡയഗ്രത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വീഡിയോ ശ്രദ്ധിക്കാം. ഇതിൽ കൗണ്ടർ ബാലൻസിങ് കൊടുത്തിട്ടുള്ളത് പിസ്റ്റന്റെ ഔട്ടിലാണ്, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഔട്ടിലാണ്. അപ്പോൾ ഡയറക്ഷണൽ വാൽവ് ആക്ച്വേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ താഴേക്ക് വരികയും ഫ്ലൂയിഡ് കൗണ്ടർ ബാലൻസ് വാൽവിലൂടെ കടന്ന് ടാങ്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ ആവശ്യമായ കൗണ്ടർ ബാലൻസിങ് കൊടുത്തതായിട്ട് കാണാം. അതുവഴി പിസ്റ്റൺ പതുക്കെയാണ് താഴേക്ക് വരുന്നത്. മൂന്നാമത്തെ വീഡിയോ ശ്രദ്ധിക്കാം. ഒരു കൗണ്ടർ ബാലൻസിന്റെ പ്രവർത്തനമാണ് അതിലെ വിശദീകരിക്കുന്നത്. കൗണ്ടർ ബാലൻസ് വാൽവ് കൃത്യമായി കാണിച്ചിരിക്കുന്നു. ഇതിലെ പിസ്റ്റൺ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് വാൽവിലൂടെ പുറത്തേക്കുള്ള ഔട്ട് ഫ്ലോനെ നിയന്ത്രിച്ച് ആവശ്യമായ കൗണ്ടർ ബാലൻസിങ് കൊടുക്കുന്ന മെത്തേഡ് കാണിച്ചിരിക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുന്ന അവിടെയുള്ള ഒരു പൈലറ്റ് ലൈനാണ്. പൈലറ്റ് ലൈനാണ് നമ്മുടെ പിസ്റ്റണില് സിലിണ്ടറിലുള്ള പ്രഷറിനെ മനസ്സിലാക്കുകയും അതനുസരിച്ച് സ്പൂളിനെ മുൻപോട്ട് നീക്കി കൗണ്ടർ ബാലൻസിങ് വാൽവ് ക്ലോസ് ചെയ്ത് ആവശ്യമായ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പമ്പ് വർക്ക് ചെയ്യുന്നു. ഡയറക്ഷണൽ വാൽവ് ആക്ച്വേറ്റ് ചെയ്തതിനു ശേഷം ലോഡ് താഴേക്ക് വരുമ്പോൾ ആവശ്യമായ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതും അതിനനുസരിച്ച് കൗണ്ടർ ബാലൻസിങ് കൊടുക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം. ഇനി തിരിച്ച് പിസ്റ്റണിനെ റിട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചെക്ക് വാൽവ് ഓപ്പൺ ആവുകയും അതിലൂടെ ഫ്ലോ ഉണ്ടായി പിസ്റ്റണിനെ റിട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, കൗണ്ടർ ബാലൻസ് വാൽവിലെ പുറത്തേക്കുള്ള ഫ്ലോവിനെയാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. സിലിണ്ടറിൽ പിസ്റ്റൺ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന ഫ്ലൂയിഡിനെ തിരികെ ടാങ്കിലേക്ക് പോകാതെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് അവിടെ കൗണ്ടർ ബാലൻസിങ് സാധ്യമാക്കുന്നത്. ഇതാണ് ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഇതിൽ കൗണ്ടർ ബാലൻസിങ് എത്ര കൊടുക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിലുള്ള സ്പ്രിംഗ് ടെൻഷനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വാൽവാണ് സീക്വൻസിങ് വാൽവ്.
ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അനേകം ഹൈഡ്രോളിക് ഓപ്പറേഷൻസ് നടക്കും. അപ്പൊ ഈ ഓപ്പറേഷൻസിനൊക്കെ സീക്വൻസിലാക്കാനാണ് സീക്വൻസിങ് വാൽവ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ലെഫ്റ്റ് സൈഡിലുള്ള വീഡിയോ ശ്രദ്ധിക്കുക. അതിലൊരു ഷീറ്റ് മെറ്റൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യിക്കണം. അങ്ങനെ ബെൻഡ് ചെയ്യിക്കാനായിട്ട് 2 സിലിണ്ടറിന്റെ സഹായം വെച്ചിരിക്കുന്നു. ഒന്ന് ക്ലാമ്പ് സിലിണ്ടർ, രണ്ടാമത്തേത് ബെൻഡ് സിലിണ്ടർ. ക്ലാമ്പ് സിലിണ്ടർ ആണ് ഷീറ്റ് മെറ്റലിനെ ക്ലാമ്പ് ചെയ്യുന്നതും ബെൻഡ് സിലിണ്ടർ ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം വർക്ക് ചെയ്യേണ്ട സിലിണ്ടർ ക്ലാമ്പ് സിലിണ്ടർ ആണ്. അതിനുശേഷം മാത്രമേ ബെൻഡ് സിലിണ്ടർ വർക്ക് ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. അപ്പൊ ഇതിനെ സീക്വൻസ് ചെയ്യണം. ആദ്യം ക്ലാമ്പ് സിലിണ്ടറിനെ വർക്ക് ചെയ്യിക്കണം, അതിനുശേഷം ബെൻഡ് സിലിണ്ടറിനെ വർക്ക് ചെയ്യിക്കണം. നമുക്ക് ആനിമേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം സീക്വൻസിങ് വാൽവിന്റെ പ്രവർത്തനത്തിനെ കാണിച്ചു തരാം. ഇനി നമുക്കൊരു സീക്വൻഷ്യൽ വാൽവിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഉണ്ട്. അത് സീക്വൻഷ്യൽ വാൽവിലേക്ക് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് 2 പോർട്ടുകളാണുള്ളത്. പോർട്ട് എ ക്ലാമ്പ് സിലിണ്ടറിലേക്കും പോർട്ട് ബി ബെൻഡ് സിലിണ്ടറിലേക്കും കൊടുത്തിരിക്കുന്നു. വാൽവ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോർട്ട് എയിലൂടെ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്ത് ക്ലാമ്പ് സിലിണ്ടറിലേക്ക് കൊടുക്കുകയും ക്ലാമ്പ് സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ക്ലാമ്പ് സിലിണ്ടറിൽ പിസ്റ്റൺ ടോപ്പ് സെന്ററിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു പ്രഷർ രൂപപ്പെടുകയും ആ പ്രഷർ പോർട്ട് എയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അതൊരു പൈലറ്റ് ലൈൻ വഴി പൂളിലേക്ക് കൊടുക്കുകയും ആ പ്രഷർ പൂളിനെ നീക്കി പോർട്ട് ബി ഓപ്പൺ ചെയ്ത് ഫ്ലൂയിഡിനെ പോർട്ട് ബിയിലേക്ക് ഫീഡ് ചെയ്യുകയും അതുവഴി ബെൻഡ് സിലിണ്ടർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പമ്പ് വർക്ക് ചെയ്യുന്നു. അതോടുകൂടി വാൽവ് ഓപ്പൺ ചെയ്യുന്നു. പോർട്ട് എയിൽ വന്ന് ക്ലാമ്പ് സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്യുന്നു. ആ പ്രഷർ പൈലറ്റ് ലൈനിൽ റിഫ്ലക്ട് ചെയ്ത് സ്പൂളിനെ മുമ്പോട്ട് ചലിപ്പിക്കുകയും ആ ചലനം വഴി പോർട്ട് ബിയിലേക്ക് പ്രഷർ വരികയും ഫ്ലൂയിഡ് എത്തുകയും ബെൻഡ് സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സ്പൂൾ വാൽവിന്റെ പ്രവർത്തനം വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സീക്വൻസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സീക്വൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രമത്തിലാക്കുക. ക്ലാമ്പ് സിലിണ്ടറിന്റെ വർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബെൻഡ് സിലിണ്ടറിന്റെ വർക്കിംഗ് ആരംഭിക്കുന്നത്. ഇതാണ് ഒരു സീക്വൻഷ്യൽ വാൽവിന്റെ പ്രധാന പ്രവർത്തന ധർമ്മം. മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇലക്ട്രോ ന്യൂമാറ്റിക്സ്. ന്യൂമാറ്റിക്സ് നമ്മൾ പഠിച്ചു. ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാല് ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രിക്കൽ കൺട്രോളിംഗ് എക്യുപ്മെന്റുകളെ പറ്റിയിട്ട്. ഇലക്ട്രോ ന്യൂമാറ്റിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ഓപ്പറേറ്റ് ന്യൂമാറ്റിക് പവർ സിസ്റ്റം. ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇലക്ട്രോ ന്യൂമാറ്റിക്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇലക്ട്രോ ന്യൂമാറ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സിഗ്നലിംഗ് മീഡിയം AC ആവാം, DC ആവാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആവാം, ഡയറക്റ്റ് കറണ്ട് ആവാം. നമ്മുടെ ന്യൂമാറ്റിക്സിലത്തെ നമുക്കറിയാം വർക്കിംഗ് മീഡിയം എന്തായിരിക്കും? കംപ്രസ്ഡ് എയർ ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 12 വോൾട്ട് മുതൽ 220 വോൾട്ട് വരെയുള്ള വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യലാണ് ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോ ന്യൂമാറ്റിക് കൺട്രോളിൽ 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്ന് സിഗ്നൽ ഇൻപുട്ട് ഡിവൈസുകൾ, അതിനകത്തേക്ക് കൺട്രോളിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളുടെ ഇൻപുട്ട്. അത് സ്വിച്ചുകളായിരിക്കാം, കോണ്ടാക്ടറുകളായിരിക്കാം, പ്രോക്സിമിറ്റി സെൻസറുകളായിരിക്കാം. ഇനി സിഗ്നൽ പ്രോസസ്സിംഗ് ചെയ്യുന്ന വിഭാഗം, അതായത് അതിനെ സിന്തസൈസ് ചെയ്യുന്ന വിഭാഗം, അതായത് കോൺട്രാക്ടേഴ്സ്, റിലേ അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾസ്, PLC എന്ന് പറയും. PLC ആൻഡ് സ്കാഡ ഇങ്ങനെയൊക്കെ ഒരു വിഭാഗം നമുക്ക് കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. PLC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്. അതൊരു നമ്മളിപ്പോ പ്രോസസേഴ്സ് ഒക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ കോണ്ടാക്ടേഴ്സ് വെച്ചിട്ട് അതിനെ പ്രോഗ്രാം ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് PLC എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ സിഗ്നൽ ഔട്ട്പുട്ടുകളെ ചെയ്യുന്ന ഡിവൈസുകൾ, അതായത് സോളിനോയിഡ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഓഡിബിൾ അലാമുകൾ, ഇതൊക്കെ ഇലക്ട്രിക്കൽ ഡിവൈസുകളാണ്. ഇത് വെച്ച് എങ്ങനെ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇലക്ട്രോന്യൂമാറ്റിക്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രോന്യൂമാറ്റിക്സ് വളരെ വലിയൊരു പഠനശാഖയാണ്. അതിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് ബേസിക് ഇലക്ട്രിക്കൽ ഡിവൈസസ് എന്തിനു വേണ്ടിയിട്ടുള്ളത്, ഫ്ലൂയിഡ് പവറിന്, അതായത് നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ബേസിക് ഇലക്ട്രിക് ഡിവൈസുകളെ പറ്റി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അത് ചൂടെ പറയുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് മാനുവലി ആക്ച്വേറ്റഡ് പുഷ് ബട്ടൺ സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, പ്രഷർ സ്വിച്ചസ്, സോളിനോയിഡ്സ്, റിലേസ്, ടെമ്പറേച്ചർ സ്വിച്ചസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് പുഷ് ബട്ടൺ സ്വിച്ചസ്. ഒരു പുഷ് ബട്ടൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ പുഷ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് ആണ് പുഷ് ബട്ടൺ. അപ്പൊ ഈ പുഷ് ബട്ടന്റെ പ്രത്യേകത, അതൊരു സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കാറ്. സാധാരണ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്ന പോലെ ഒരു സർക്യൂട്ടിനെ ഓപ്പൺ ആക്കാനോ ക്ലോസ് ചെയ്യാനോ ആണ് പുഷ് ബട്ടൺസ് ഉപയോഗിക്കാറ്. അതായത് ഒരു ഓപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ, ഒരു ഹൈഡ്രോളിക് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ഹൈഡ്രോളിക് മോട്ടർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പുഷ് ബട്ടൺസ് ആയിരിക്കാം. അപ്പൊ അതിന് ഇലക്ട്രിക്കൽ സിഗ്നലുകളെ മേക്ക് ആൻഡ് ബ്രേക്ക് ചെയ്യാനാണ് പുഷ് ബട്ടൺസ് ഉപയോഗിക്കുന്നതെന്ന് ചുരുക്കം. അതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുഷ് ബട്ടൺസ് ആണ്. അത് രണ്ട് തരത്തിലുണ്ട്. മൊമെന്ററി പുഷ് ബട്ടൺ, മെയിൻറ്റെയിൻഡ് കോണ്ടാക്ട് ഓർ ഡിറ്റന്റ് പുഷ് ബട്ടൺ. മൊമെന്ററി പുഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രസ്സിംഗില് അത് ഓപ്പറേറ്റഡ് ആവുകയും, എന്നാൽ ആ പ്രസ്സിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴയതുപോലെ ആവുകയും ചെയ്യും. നമ്മൾ സ്പ്രിംഗ് ലോഡഡ് വാൽവുകളെ പറ്റിയും ഡിറ്റന്റ് വാൽവുകളെ പറ്റിയും പറഞ്ഞത് ഓർമ്മയുണ്ട്. സ്പ്രിംഗ് ലോഡഡ് വാൽവ് കോളിംഗ് ബെല്ല് പോലെയും ഡിറ്റന്റ് വാൽവ് സാധാരണ സ്വിച്ച് പോലെയും പ്രവർത്തിക്കുന്നു പറഞ്ഞു. ഇതേ പ്രവർത്തനം തന്നെയാണ് ഈ ഡിവൈസുകൾക്കും ഉള്ളത്. അതായത് മൊമെന്ററി പുഷ് ബട്ടൺ ഒറ്റ പ്രസ്സിംഗിൽ വർക്ക് ചെയ്യുകയും ആ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ പഴയ പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഡിറ്റന്റ് പുഷ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പഴയ പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ഒരു പുഷ് ബട്ടണിനെ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റുകൾ, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റുകൾ, അതുപോലെ ചേഞ്ച് ഓവർ ടൈപ്പ്, ഇങ്ങനെയൊക്കെ നമുക്ക് വർഗീകരിക്കാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലുള്ള പുഷ് ബട്ടന്റെ വർക്കിംഗ് രീതികൾ ശ്രദ്ധിക്കുക. നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ് തുടങ്ങിയ സ്വിച്ചുകൾ, ചേഞ്ച് ഓവർ സ്വിച്ച് എന്നിവയുടെ വിശദമായ പ്രവർത്തനം ചിത്രസഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് നോക്കാം. ഫസ്റ്റ് സ്വിച്ച് നോർമലി ഓപ്പൺ സ്വിച്ച് ആണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, മുകളിൽ ഒരു സ്വിച്ചിങ് എലമെന്റ് ഉണ്ട്, താഴെ കോണ്ടാക്ട് ഉണ്ട്. പുഷ് ബട്ടന്റെ ലിവർ അല്ലെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മുകളിലുള്ള സ്വിച്ചിങ് എലമെന്റ് താഴെയുള്ള കണക്ഷനെ കംപ്ലീറ്റ് ആക്കുന്നു. അങ്ങനെയാണ് അതിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ നടക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ ആ പ്രവർത്തനം നടക്കുന്നു. എന്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. പുഷിംഗ് ആക്ഷനുള്ള ബട്ടന്റെ ഡിനോട്ട് ചെയ്ത് അവിടെ കാണാം 3, 4 എന്നീ കോണ്ടാക്റ്റുകൾ. അതിൽ 3ഉം 4ഉം കൂടി മേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് രണ്ടും കൂടി യോജിപ്പിക്കുകയാണ് ചെയ്യുക. മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് യോജിപ്പിക്കുക, ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് വിടിയിക്കുക. അപ്പൊ ഇവിടെ ഒരു നോർമലി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കോണ്ടാക്റ്റിനെ മേക്ക് ചെയ്ത് കംപ്ലീറ്റ് കോണ്ടാക്റ്റ് ആക്കി സ്വിച്ചിങ് ആക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി നോർമൽ ക്ലോസ്ഡ് നോക്കുക. അതിൽ ഓൾറെഡി കണക്ഷൻ ഉണ്ട്, അത് ക്ലോസ്ഡ് സ്വിച്ച് ആണ് ശരിക്കും, നോർമലി ക്ലോസ്ഡ്. പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കോണ്ടാക്ട് വിടുകയും സർക്യൂട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇനി ചേഞ്ച് ഓവറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കൺഫ്യൂഷൻ ഉണ്ട് ഫിഗർ. ഇത്രയും മനസ്സിലാക്കുക. അതിൽ പുഷ് ചെയ്യുന്നതിന് മുമ്പ് കോണ്ടാക്റ്റുകൾ 1ഉം 2ഉം തമ്മിലായിരിക്കും. എന്നാൽ പുഷ് ചെയ്തതിന് ശേഷം കോണ്ടാക്റ്റുകൾ 1ഉം 4ഉം തമ്മിലായിരിക്കും കണക്ഷൻ. 1ഉം 2ഉം തമ്മിലുള്ള കണക്ഷൻ ഷിഫ്റ്റ് ചെയ്ത് 1ഉം 4ലേക്കും കണക്ഷനായി മാറും. ചിത്രത്തിൽ ഇപ്പോഴും സെക്കൻഡ് ഫിഗറിൽ 2ൽ നിന്നുള്ള കണക്ഷൻ വിടുന്നില്ല. പക്ഷെ ശരിക്കും ചേഞ്ച് ഓവറിൽ 2ൽ നിന്നുള്ള കണക്ഷൻ മാറി 4ലേക്ക് വരികയാണ് ചെയ്യുന്നത്. അടുത്തൊരു തരം സ്വിച്ചുകളാണ് ലിമിറ്റ് സ്വിച്ചസ്. അപ്പൊ ലിമിറ്റ് സ്വിച്ചസിന്റെ പ്രത്യേകത, അതും ഒരു പുഷ് ബട്ടൺ പോലെ തന്നെയാണ് അതിന്റെ വർക്കിംഗ് രീതികളെല്ലാം. ഓൺ ആക്കുക, ഓഫ് ആക്കുക, അതുപോലെ ഒരു കോണ്ടാക്റ്റിൽ നിന്ന് മറ്റൊരു കോണ്ടാക്റ്റിലേക്ക് സപ്ലൈ കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് ലിമിറ്റ് സ്വിച്ചിന്റെ വർക്കിങ്ങും. പക്ഷേ പുഷ് ബട്ടൺസ് മാനുവലി പുഷ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് സ്വിച്ചസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്
പവർ കമ്പോണന്റ് ആയിരിക്കും. ഒരു പിസ്റ്റൺ റോഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മോട്ടോർ ഷാഫ്റ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് പവർ കമ്പോണന്റ് ആയിരിക്കും ഒരു ലിമിറ്റ് സ്വിച്ചിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ മാനുവലി പുഷ് ചെയ്യുന്ന പോലെയല്ല, ഈ കമ്പോണൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ലിമിറ്റ് സ്വിച്ചിനെ വർക്ക് ചെയ്യിക്കുക. അപ്പോ രണ്ട് തരത്തില് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലിവർ ആക്ച്വേറ്റഡ് കോണ്ടാക്റ്റുകളുണ്ട്, സ്പ്രിംഗ് ലോഡഡ് കോണ്ടാക്റ്റുകളുണ്ട്. ലിവർ ടൈപ്പ് ലിമിറ്റ് സ്വിച്ചസിലെ കോണ്ടാക്ട് പതുക്കെ തുറക്കുള്ളൂ, എന്നാൽ സ്പ്രിംഗ് ടൈപ്പില് കോണ്ടാക്ട്സ് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വളരെ സ്പീഡ് ഉള്ളതാണ് സ്പ്രിംഗ് ടൈപ്പ് ലിമിറ്റ് സ്വിച്ചസ്. എന്നാൽ ലിവർ ടൈപ്പ് ലിമിറ്റ് സ്വിച്ചസ് ഇത്തിരി സ്ലോ ഓപ്പറേറ്റിംഗ് ആണ്. റൈറ്റ് സൈഡിലുള്ള വീഡിയോ കാണിച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് സ്വിച്ചിന്റെ വർക്കിംഗ് ആണ്. അത് ആ ലിവർ ചെറുതായിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കണക്ഷൻ മാറി മറ്റൊരു കണക്ഷനിലേക്കും ചേഞ്ച് ആയി മാറുന്നത്. നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലിമിറ്റ് സ്വിച്ച് ആണ്. ആ ലിമിറ്റ് സ്വിച്ച് ഉപയോഗിച്ച് രണ്ട് ബൾബുകളെ, ഒരു റെഡ് ഒരു ഗ്രീൻ എന്നിങ്ങനെയുള്ള രണ്ട് ബൾബുകളെ മാറ്റി മാറ്റി സ്വിച്ച് ചെയ്യിക്കുക. റെഡ് ഗ്രീൻ എന്നിങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് മാറ്റി സ്വിച്ച് ചെയ്യിക്കലാണ് ആ ലിമിറ്റ് സ്വിച്ച് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ സ്വിച്ചിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ റെഡ് ഓൺ ആയിരിക്കും. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ഓൺ ആയിരിക്കും. കാരണം അതാണ് നോർമലി ക്ലോസ്ഡ് പാത്ത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോർമലി ക്ലോസ്ഡ് ആയി കിടക്കുന്നത് റെഡ് ബൾബിന്റെ സർക്യൂട്ടാണ്. എന്നാൽ ലിമിറ്റ് സ്വിച്ച് ഓപ്പറേറ്റഡ് ആവുമ്പോൾ ആ കണക്ഷൻ മാറി അത് ഗ്രീനിലേക്ക് മാറ്റി സ്വിച്ച് ചെയ്യുന്നു. അപ്പൊ ഒരു ചേഞ്ച് ഓവർ ആക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പുഷ് ബട്ടണിൽ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് ഓവർ ആക്ഷൻ തന്നെയാണ് ലിമിറ്റ് സ്വിച്ചിൽ നടക്കുന്നത്. പക്ഷെ അതിന്റെ ഓപ്പറേറ്റിംഗ് ലിവറിനെ മാനുവലി അല്ല ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു പിസ്റ്റണോ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഒരു വീഡിയോയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് ലിമിറ്റ് സ്വിച്ചിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ഒരു ലിമിറ്റ് സ്വിച്ച് എവിടെയൊക്കെ ഉപയോഗിക്കാം, ലിമിറ്റ് സ്വിച്ചിന്റെ ഉപയോഗ സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. പല സ്ഥലങ്ങളിൽ കൺവെയർ ബെൽറ്റുകളിലെ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഏതെങ്കിലും പൊസിഷനിങ് സ്ഥലങ്ങളിലെ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്വിച്ചാണ് ലിമിറ്റിംഗ് സ്വിച്ച്. വീഡിയോയിൽ അത് വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഷർ സ്വിച്ചസിനെ പറ്റിയാണ്. എ പ്രഷർ സ്വിച്ച് ഇസ് എ ന്യൂമാറ്റിക് ഇലക്ട്രിക് സിഗ്നൽ കൺവേർട്ടർ. അതായത് ഒരു ന്യൂമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രഷറിനെ ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞാൽ പ്രഷർ സ്വിച്ച്. അത് അവർ സ്വിച്ചിങ്ങിലൂടെയാണ് അത് ഇലക്ട്രിക് സിഗ്നലിനെ ചേഞ്ച് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പൈപ്പിന്മേൽ പ്രഷർ സ്വിച്ച് മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിനകത്തെ പ്രഷർ ഒരു സെറ്റ് ലിമിറ്റിന് മുകളിൽ പോകുമ്പോൾ ആ പ്രഷർ സ്വിച്ച് ആക്ടിവേറ്റ് ആവുകയും അത് സ്വിച്ചിങ് നടത്തുകയും ചെയ്യും. ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ നടത്തും. പ്രധാനമായി രണ്ട് രീതിയിലാണ് പ്രഷർ സ്വിച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. ബെല്ലോ ടൈപ്പ് പ്രഷർ സ്വിച്ചസും ഡയഫ്രം ടൈപ്പ് പ്രഷർ സ്വിച്ചസും. ബെല്ലോ ടൈപ്പ് പ്രഷർ സ്വിച്ചസിന്റെ ഒരു ചിത്രം വലത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ബെല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളിവുകളുള്ള, അതായത് കൊറുഗേറ്റഡ് എന്നാണ് അതിനെ പറയുക, ചുളിവുകളുള്ള ഒരു സ്ട്രക്ചർ, റബ്ബറിന്റേതോ പ്ലാസ്റ്റിക്കിന്റേതോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ബെല്ലോസ് എന്ന് പറയുന്നത്. ഈ ബെല്ലോസിലെ നമ്മുടെ വണ്ടികളുടെ ഒക്കെ ഷോക്ക് അബ്സോർബറിന്റെ മുകളിൽ നമ്മൾ പിടിപ്പിക്കാറുള്ളത്, ബെല്ലോസ് പിടിപ്പിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതുപോലൊരു ബെല്ലോസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബെല്ലോസിന്റെ അടിയിലാണ് എയർപോർട്ട്. അപ്പൊ അതിലൂടെ എയർ കയറുമ്പോൾ ഈ ബെല്ലോസ് വികസിക്കുകയും അത് നേരെ പോയി മുകളിലുള്ള സ്വിച്ചിന്റെ ലിവറുമ പോയി ടച്ച് ചെയ്യുകയും സ്വിച്ച് ഓപ്പറേറ്റ് ആവുകയും ചെയ്യുന്നു. എന്നാൽ എയർ പോയി കഴിയുമ്പോൾ ബെല്ലോസ് ചുരുങ്ങുകയും സ്വിച്ച് താഴേക്ക് വരികയും അതിനനുസരിച്ച് കോണ്ടാക്ട്സ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ബെല്ലോ ടൈപ്പ് പ്രഷർ സ്വിച്ചിന്റെ വർക്കിംഗ്. അതാണ് ഡയഫ്രം ടൈപ്പ് പ്രഷർ സ്വിച്ച്. റൈറ്റ് സൈഡിലുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ വീഡിയോയിലെ ഒരു ഡയഫ്രം ടൈപ്പ് പ്രഷർ സ്വിച്ച് ആണ് നൽകിയിരിക്കുന്നത്. അതിനടിയിലായിട്ട് ഒരു ഓ റിംഗ് കാണാം. ഓ ഷേപ്പിലുള്ള ഒരു ബ്ലാക്ക് റിംഗ്.
ആ റിങ്ങിനകത്താണ് നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നത്. ആ ഡയഫ്രം താഴേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് മുകളിലുള്ള സ്പ്രിങ്ങിന്റെ ടെൻഷൻ മൂലമാണ്. എന്നാൽ ഈ ഡയഫ്രം ടൈപ്പ് പ്രഷർ സ്വിച്ച് ഒരു പൈപ്പിലോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കടന്നു പോകുന്ന പൈപ്പിലോ അല്ലെങ്കിൽ ടാങ്കിന്റെ മുകളിലോ പിടിപ്പിക്കുകയാണെങ്കിൽ അതിനകത്തെ പ്രഷർ ഉയരുന്നതനുസരിച്ച് ഈ ഡയഫ്രം മുകളിലേക്ക് വികസിക്കും. അതനുസരിച്ച് ഈ മുകളിലുള്ള പിസ്റ്റൺ, ഗോൾഡൻ കളർ പിസ്റ്റൺ വന്ന് ലിമിറ്റ് സ്വിച്ചുമ്പോൾ ടച്ച് ചെയ്യുകയും അതിനനുസരിച്ച് ഇലക്ട്രിക് സിഗ്നല് പുറത്തേക്ക് വരികയും ചെയ്യും. ആ ഇലക്ട്രിക് സിഗ്നല് നമ്മളൊരു സർക്യൂട്ടിനെ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കും. അടുത്തതാണ് ടെമ്പറേച്ചർ സ്വിച്ചസ്. ടെമ്പറേച്ചർ സ്വിച്ചസ്, പ്രഷർ സ്വിച്ചസ് സെൻസ് ചെയ്യുന്ന പ്രഷർ ആണെങ്കിൽ ടെമ്പറേച്ചർ സ്വിച്ച് സെൻസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഒരു ടെമ്പറേച്ചറിന്റെ ചേഞ്ചിനെ സെൻസ് ചെയ്തുകൊണ്ട് ഓൺ ആകുന്ന ഒരു ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യുന്ന ഒരു സ്വിച്ച് ആണ് ടെമ്പറേച്ചർ സ്വിച്ച്. അപ്പൊ ഒരു പ്രീ ഡിറ്റർമിൻഡ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രീ ഡിറ്റർമിൻഡ് ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കട്ടെ. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ സർക്യൂട്ടിനെ ഓഫ് ചെയ്യണം. അപ്പൊ ടെമ്പറേച്ചർ കൃത്യമായി അളന്നുകൊണ്ട് 30 ഡിഗ്രിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ ആ ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ച് ആണ് ടെമ്പറേച്ചർ സ്വിച്ച്. അതുപോലെ ഒരു പരിധി വിട്ട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ കൂളിംഗ് ചെയ്യണം. അപ്പൊ അതിനൊരു കൂളിംഗ് ഫാൻ ഓൺ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ടെമ്പറേച്ചർ ആയതിനു ശേഷം ആ കൂളിംഗ് ഫാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്ന രീതിയിലേക്കും നമുക്ക് ടെമ്പറേച്ചർ സ്വിച്ചിനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് നോർമലി ഓപ്പൺ ആയിരിക്കാൻ, നോർമലി ക്ലോസ്ഡ് ആയിരിക്കാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഒരു ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിസ്റ്റത്തില് ഈ പമ്പോ അല്ലെങ്കിൽ സ്ട്രെയിനറോ അല്ലെങ്കിൽ മോട്ടോറോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് ചൂട് കൂടുകയാണെങ്കിൽ അത് സെൻസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ടെമ്പറേച്ചർ സ്വിച്ചസ് ഉപയോഗിക്കാറ്. അപ്പൊ ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഉടനടി ആ സർക്യൂട്ടിനെ ഓഫ് ചെയ്യാനൊക്കെ നമുക്ക് ടെമ്പറേച്ചർ സ്വിച്ചിനെ ആശ്രയിക്കാനായിട്ട് പറ്റും. താഴെ കാണിച്ചിരിക്കുന്ന പലതരം ടെമ്പറേച്ചർ സെൻസറുകളും ടെമ്പറേച്ചർ സ്വിച്ചുമാണ്. റൈറ്റ് സൈഡിൽ അതിന്റെ വർക്കിംഗ് കാണിച്ചിരിക്കുന്നു. അതായത് അതിനൊരു ടെമ്പറേച്ചർ സെൻസിങ് ബൾബ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്, ടെമ്പറേച്ചർ സെൻസിങ് ബൾബ്. അതാണ് ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നത്. നമുക്കറിയാം മെർക്കുറി തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മെർക്കുറി മുകളിലേക്ക് ഉയരും. തെർമോമീറ്ററിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ സെൻസിങ് ബൾബില്. ആ ടെമ്പറേച്ചർ അനുസരിച്ച് ആ കാപ്പിലറിയിലൂടെ മുകളിലേക്ക് ഉയരും വികസിച്ച്. അത് നേരെ ബെല്ലോസിലേക്ക് വരികയും ബെല്ലോസ് വികസിക്കുകയും തൽഫലമായിട്ട് മുകളിലുള്ള ആ റോഡ്, ഇപ്പോൾ കോമൺ കോണ്ടാക്റ്റും NC കോണ്ടാക്റ്റും തമ്മിലാണ് കണക്ഷൻ. ആ റോഡ് ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്ത് കോമൺ കോണ്ടാക്റ്റും NO കോണ്ടാക്റ്റും തമ്മിലുള്ള കണക്ഷൻ ആക്കി മാറ്റും. അപ്പൊ ഇതിനെ ആ നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ സെറ്റ് പോയിന്റിനെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാനോ നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഒരു സ്വിച്ചിനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇലക്ട്രോ ന്യൂമാറ്റിക് കമ്പോണന്റിനെ പറ്റിയിട്ടാണ്, സോളിനോയിഡ്സ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിമോട്ട് ആക്ച്വേഷൻ ഓഫ് വാൽവ്സ്. വാൽവുകളെ ദൂരെ ഇരുന്നു കൊണ്ടും ആക്ച്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് സോളിനോയിഡ്സ്. സോളിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു കോയിലാണ്. ആ ഒരു ഇൻസുലേറ്റഡ് വയറിന്റെ ഒരു കോയിലാണ് സോളിനോയിഡ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ് ഏതൊരു കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇതാണ് ഒരു സോളിനോയിഡിന്റെ ബേസിക് പ്രവർത്തന തത്വം. ഇത് പ്രകാരം ഒരു സോളിനോയിഡിലേക്ക് DC വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും അതൊരു കാന്തം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനകത്തേക്ക് ഒരു റോഡ്, ഒരു സോഫ്റ്റ് അയണിന്റെ റോഡ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കാന്തത്തിന് ആകർഷണ ശക്തിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. ആ റോഡിനെ പുറത്തേക്കും അകത്തേക്കും കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ കാന്തം കൊണ്ട് സാധിക്കും. ഇതാണ് ബേസിക്കലി ഒരു സോളിനോയിഡിൽ നടക്കുന്ന പ്രവർത്തനം. പ്രധാനമായി 2 തരത്തിലുള്ള സോളിനോയിഡ് വാൽവുകളാണുള്ളത്. സിംഗിൾ സോളിനോയിഡ് വാൽവ്, അതായത് അതിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയം മുഴുവൻ അത് ഒരു പൊസിഷനിൽ നിൽക്കും. കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലേക്ക് ചെല്ലും. നമ്മുടെ സ്പ്രിംഗ്
സോളിനോയിഡ് വാൽവ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. സ്പ്രിംഗ് റിട്ടേൺ പോലെ പ്രവർത്തിക്കും. എന്നാൽ ഡബിൾ സോളിനോയിഡ് വാൽവുകളിലെ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കും. കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലേക്ക് എത്തില്ല. അതിനെ പഴയ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് പോളാരിറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ പൊസിഷനിലേക്ക് എത്തിക്കാം. അപ്പൊ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്യും. കറണ്ട് റിമൂവ് ചെയ്താലും ആ പൊസിഷനിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. വീണ്ടും ഒരു റിവേഴ്സ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് പഴയ പൊസിഷനിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇതാണ് ഡബിൾ സോളിനോയിഡ് വാൽവ്. വലതു ഭാഗത്ത് ഒരു സോളിനോയിഡിന്റെ കൺസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൽ രൂപത്തിലാണ് സോളിനോയിഡ് ഉണ്ടായിരിക്കുക. ഇൻസുലേറ്റഡ് കോയിലാണ്. അപ്പൊ ഈ ഒരു കോയിലിലേക്കാണ് നമ്മൾ നമ്മുടെ DC സപ്ലൈ, പോസിറ്റീവും നെഗറ്റീവും ഉള്ള DC സപ്ലൈ, നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് AC ആണ്, നമ്മൾ കൊടുക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്നുള്ള DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിലിന് ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു കാന്തിക ധ്രുവങ്ങൾ അവിടെ ഉണ്ടാവും. നോർത്ത് സൗത്ത് ഇതാണല്ലോ കാന്തിക ധ്രുവം, അതവിടെ ഉണ്ടാവും. ഇത് ഉണ്ടാകുന്നത് വഴി അതൊരു കാന്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു കാന്തം പോലെ, ഒരു ബാർ മാഗ്നറ്റ് പോലെ ആ കോയില് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മളൊരു സോഫ്റ്റ് അയണിന്റെ ഒരു പീസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ് അയണിന്റെ പീസ് ഒരു അടുത്ത് അതിന്റെ കാന്തിക വലയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ ആ സോഫ്റ്റ് അയൺ പ്രവർത്തിക്കും. സോഫ്റ്റ് അയൺ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈദ്യുതി കാന്തമാകുന്നതോടുകൂടി അത് അകത്തേക്ക് വേഗത്തിൽ ഇൻസേർട്ട് ആവും. ഈ ഒരു ആക്ഷനാണ് നമ്മൾ സോളിനോയിഡിനെ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സോളിനോയിഡ് വാൽവിനെ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു സോളിനോയിഡ് വാൽവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനായി നമുക്ക് വീഡിയോ ശ്രദ്ധിക്കാം. ഒരു സോളിനോയിഡ് വാൽവ് നൽകിയിരിക്കുന്നു. അതിന്റെ ടോപ്പ് പോർഷനാണ് സോളിനോയിഡ്, ബോട്ടം പോർഷനാണ് വാൽവ്. ഇത് രണ്ടും ചേർന്നതാണ് സോളിനോയിഡ് വാൽവ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലഞ്ചർ കാണാം. ആ പ്ലഞ്ചറിനെയാണ് സോളിനോയിഡ് അട്രാക്ട് ചെയ്യുന്നത്. വീഡിയോ ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കോയിലിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്ലഞ്ചറിനെ അട്രാക്ട് ചെയ്യുകയും അതുവഴി വാൽവ് ഓപ്പൺ ആവുകയോ ക്ലോസ് ആവുകയോ ചെയ്യാറാണ് പതിവ്. അപ്പൊ ഒരു നോർമലി ഓപ്പണും ഉണ്ട്, നോർമലി ക്ലോസ്ഡ് സ്വിച്ചും ഉണ്ട്. നോർമലി ക്ലോസ്ഡ് സ്വിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് ആർമേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഞ്ചർ അട്രാക്ട് ചെയ്യുന്നതിനാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചറിൽ കറണ്ട് കടന്നു പോകുമ്പോൾ അത് മാഗ്നറ്റ് ആവുകയും ആ പ്ലഞ്ചർ അതിന്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത്. പ്ലഞ്ചർ സ്പ്രിങ്ങിൽ ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. വാൽവിനെ ഒരു സീറ്റിംഗിൽ ക്ലോസ്ഡ് ആയിരിക്കാണ്. ഫ്ലോ ഇപ്പൊ നിലവിലില്ല. പക്ഷെ സോളിനോയിഡിലേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ അത് പ്ലഞ്ചറിനെ ആർമേച്ചർ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുകയും പ്ലഞ്ചർ മുകളിലേക്ക് വരികയും തൽഫലമായി ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സിറ്റുവേഷനിലാണ് വാൽവ് ഓപ്പൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് അതിനെ പഴയ പൊസിഷനിലേക്ക് സീറ്റിംഗ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത് നോർമലി ഓപ്പണിൽ സ്പ്രിങ് അകത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് സപ്ലൈ കൊടുക്കാത്ത സമയത്ത് പ്ലഞ്ചർ ഓപ്പൺ ആയിരിക്കുകയും ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സോളിനോയിഡിലേക്ക് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അത് പ്ലഞ്ചറിനെ റിപ്പൽ ചെയ്യുകയും പ്ലഞ്ചർ വന്ന് താഴെ സീറ്റിംഗിൽ മുട്ടി ഫ്ലോവിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നോർമലി ഓപ്പൺ സോളിനോയിഡ് വാൽവ്. എന്നാൽ സപ്ലൈ നമ്മൾ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഞ്ചറിനെ ഡിസെൻഗേജ് ചെയ്യുകയും സ്പ്രിങ്ങിന്റെ ആക്ഷനോട് കൂടി അത് മുകളിലേക്ക് വരികയും ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ് സോളിനോയിഡ് വാൽവിന്റെ ആക്ഷൻ. ഒരു 3/2 വേ സിംഗിൾ സോളിനോയിഡ് വാൽവ് സ്പ്രിംഗ് റിട്ടേൺ ടൈപ്പ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഫിഗർ 7-ലെ ഫസ്റ്റ് ചിത്രം ശ്രദ്ധിക്കുക. ഇതിലെ 1 എന്ന് പറഞ്ഞ പോർട്ട് താഴെ വരുന്നു എങ്കിലും ആ പ്ലഞ്ചർ 1 എന്ന പോർട്ടിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ചെയ്യുന്നത്.
ഇപ്പോൾ കണക്ഷൻ 2 എന്ന പോർട്ടും 3 എന്ന പോർട്ടും ആയിട്ടാണ്. അപ്പൊ ഈ രണ്ട് കണക്ഷനിലൂടെയാണ് ഈ 2ൽ നിന്ന് 3യിലേക്കോ 3ൽ നിന്ന് 2യിലേക്കോ ആണ് കണക്ഷൻ പോകുന്നത്. എന്നാൽ സോളിനോയിഡിലേക്ക് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ സോളിനോയിഡ് ഇലക്ട്രോമാഗ്നറ്റ് ആവുകയും പ്ലഞ്ചറിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു മുകളിലേക്ക്. തൽഫലമായി പ്ലഞ്ചർ വന്ന് 3 എന്ന പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. 3 എന്ന പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതോടുകൂടി നിലവിലുള്ള കണക്ഷൻ 1ഉം 2ഉം തമ്മിലായി മാറുന്നു. ഇതാണ് ഒരു സോളിനോയിഡ് വാൽവിന്റെ 3/2 സോളിനോയിഡ് വാൽവിന്റെ വർക്കിംഗ്. ഇവിടെ നമുക്ക് റിമോട്ട് ആയിട്ട് ഇരുന്നു കൊണ്ട് ഈ സോളിനോയിഡിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് പ്രകാരമാണ് ഈ വാൽവ് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് ഒരു 5/2 വേ സിംഗിൾ സോളിനോയിഡ് വാൽവ്. സിംഗിൾ സോളിനോയിഡ് വാൽവ് എന്ന് നമുക്ക് പറയാൻ കാരണം ഒരു സൈഡിൽ മാത്രമാണ് സോളിനോയിഡ് ആക്ഷൻ ഉള്ളത്. ഇവിടെ 14 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, 2 ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ സോളിനോയിഡ് ഇരിക്കുന്നത്. ആ സോളിനോയിഡ് ആണ് ഈ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചിത്രത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് പക്ഷെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ഇവിടെ 5 എന്ന പോർട്ടും 4 എന്ന പോർട്ടുമായിട്ടാണ് കണക്ഷൻ. അതുപോലെ 1 എന്ന പോർട്ടും 2 എന്ന പോർട്ടുമായിട്ടാണ് കണക്ഷൻ. 3 എന്ന പോർട്ട് ബ്ലോക്ക്ഡ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് സോളിനോയിഡ് ഉള്ളത്. പക്ഷെ സോളിനോയിഡില് ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ആ വാൽവിനെ ആക്ച്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിലവിലുള്ള കണക്ഷൻ 3ഉം 2ഉമായി മാറുന്നു. 1 എന്ന് പറഞ്ഞ പോർട്ട് 4 എന്ന പോർട്ടിലേക്ക് കണക്റ്റഡ് ആവുന്നു. അതുപോലെ 5 എന്ന പോർട്ട് ബ്ലോക്കായി മാറുന്നു. അപ്പോൾ ഇവിടെ 5 പോർട്ടുകളുണ്ട്. അതാണ് ഇതിനെ 5 പോർട്ട് എന്ന് വിളിക്കുന്നത്. 2 പൊസിഷനുകളിലാണ് അത് മാറുന്നത്. സോളിനോയിഡ് എനർജൈസ് ചെയ്യുമ്പോഴും ഡി എനർജൈസ് ചെയ്യുമ്പോഴും 2 പൊസിഷനിലേക്കാണ് മാറി മാറി സ്വിച്ച് ആവുന്നത്. ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 5ഉം 4ഉം കണക്ഷൻ, 1ഉം 2ഉം കണക്ഷൻ, 3 ബ്ലോക്ക്ഡ്. എന്നാൽ രണ്ടാമത്തെ പൊസിഷൻ 5 ബ്ലോക്ക്ഡ്, 1ഉം 4ഉം തമ്മിൽ കണക്ഷൻ, 3ഉം 2ഉം തമ്മിൽ കണക്ഷൻ. ഇങ്ങനെ 2 പൊസിഷൻ ഉണ്ട്, 5 പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു സോളിനോയിഡ് ഓപ്പറേറ്റഡ് 5/2 വേ സ്പ്രിംഗ് റിട്ടേൺ വാൽവാണ്. അടുത്തത് ഒരു 5/2 വേ ഡബിൾ സോളിനോയിഡ് വാൽവാണ്. 5/2 വേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 5 പോർട്ടുകളുണ്ട്, 2 പൊസിഷനുകളുണ്ട്. അത് ഡബിൾ സോളിനോയിഡ് വാൽവാണ്. ഡബിൾ സോളിനോയിഡ് വാൽവ് എന്ന് പറഞ്ഞാൽ 2 സോളിനോയിഡുകൾ ഉണ്ടാവും ഓൺ ഐദർ സൈഡ്. 2 സൈഡ്സിലും 2 സോളിനോയിഡുകളുണ്ട്. ഇവിടെ 14 എന്ന് പറഞ്ഞും 12 എന്ന് പറഞ്ഞും കാണിച്ചിരിക്കുന്നു, നമ്പർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഡബിൾ സോളിനോയിഡ് വാൽവ് നമുക്കറിയാം, അത് ഒരു സൈഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സൈഡിൽ റിമെയിൻ ചെയ്യും. ഇവിടെ സ്പ്രിംഗ് റിട്ടേൺ ഇല്ല. അത് കഴിഞ്ഞാൽ അത് അപ്പുറത്തെ പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അടുത്ത സൈഡിലെ സോളിനോയിഡിനെ എനർജൈസ് ചെയ്യണം. അപ്പൊ നിലവിൽ 14 എന്ന് പറഞ്ഞ സോളിനോയിഡ് ആണ് എനർജൈസ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കണക്ഷൻ ശ്രദ്ധിക്കുക, 5 എന്ന പോർട്ടും 4 എന്ന പോർട്ടുമായിട്ടാണ് കണക്ഷൻ. അതുപോലെ 1 എന്ന പോർട്ടും 2 എന്ന പോർട്ടുമായിട്ട് കണക്ഷൻ, 3 എന്ന പോർട്ട് ബ്ലോക്ക്ഡ് പോർട്ടാണ്. എന്നാൽ അടുത്ത ഫിഗറിൽ 12 എന്ന് പറയുന്ന സോളിനോയിഡ് ആണ് എനർജൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ മാറുകയും 3 എന്ന പോർട്ട് 2 എന്ന പോർട്ടിലേക്ക് കണക്ഷൻ ആവുന്നു, 1 എന്ന പോർട്ട് 4 എന്ന പോർട്ടിലേക്ക് കണക്ഷൻ ആവുന്നു. എന്നാൽ 5 എന്ന പോർട്ട് ബ്ലോക്ക്ഡ് ആയി മാറും. ഇനി ഈ പൊസിഷനെ മാറ്റി അടുത്ത പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ, അതായത് നേരത്തെ ആദ്യം കാണിച്ച ഫിഗറിന്റെ പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും 12 എന്ന സോളിനോയിഡ് ഡി എനർജൈസ് ചെയ്യുകയും 14 എന്ന സോളിനോയിഡ് എനർജൈസ് ചെയ്യുകയും ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ഒരു 5/2 വേ ഡബിൾ സോളിനോയിഡ് വാൽവ് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് റിലേസ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് റിലേ. അപ്പൊ ഒരു റിലേ എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക്കലി ആക്ച്വേറ്റഡ് സ്വിച്ച് ആണ്. അതിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി അങ്ങനെ ആക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആണ് റിലേ. ഇനി റിലേസ് ആർ ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ഹെവി പവർ സർജസ് ആൻഡ് ഹാർഷ് എൻവയോൺമെന്റ് കണ്ടീഷൻസ്. വലിയ പവർ സർജുകൾ ഉണ്ടായാലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജ് വ്യതിയാനത്തിനെ ആണ് സർജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പവർ സർജുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെന്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പോണന്റ് കൂടിയാണ് റിലേ. അപ്പൊ ഇതിനകത്തൊരു സോളിനോയിഡ് കോയിൽ ഉണ്ടാവും. അപ്പൊ അത് റൈറ്റ് സൈഡിലൊക്കെ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. A1 A2 എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് സോളിനോയിഡ് കോയിലേക്കുള്ള സപ്ലൈ ടെർമിനൽസ്. അപ്പൊ അതൊരു കോയിലാണ്. ആ കോയില് അതിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റായി മാറുകയും അതിന്റെ ഫ്രണ്ടില് ഒരു കോണ്ടാക്ട് ടെർമിനൽ കാണാം. ആ കോണ്ടാക്ട് ടെർമിനൽ പിടിപ്പിച്ചിരിക്കുന്നത് ഒരു മെറ്റൽ റോഡുമേ അല്ലെങ്കിൽ ഒരു മെറ്റൽ ഷീറ്റുമേയാണ്. അപ്പൊ ഇത് മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ ഈ മെറ്റലിനെ
ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുകയും അത് അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുമ്പോൾ താഴെയുള്ള കോണ്ടാക്ട്, ഇപ്പൊ നിലവിലെ ആ കോണ്ടാക്ട് 1 എന്ന് പറഞ്ഞ കോണ്ടാക്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് മെറ്റൽ പീസിലേക്കാണ്. ആ കോണ്ടാക്ട് ഇപ്പോൾ പോകുന്നത് 2 എന്ന പോയിന്റിലേക്കാണ്. പക്ഷെ ഇത് അട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതിനോട് ഈ കോയിലിനോട് അടുക്കുമ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ മുട്ടിയിരിക്കുന്ന ആ കോണ്ടാക്ട് മാറി അത് 4ലേക്ക് വരും. അപ്പോൾ നിലവിലെ കോണ്ടാക്ട് 1ഉം 4ഉം തമ്മിലായിരിക്കും. എന്നാൽ A1 A2 എന്ന് പറഞ്ഞ കോയില് അത് ഡീഎനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് അതിനെ റിട്ടേൺ ചെയ്ത് പഴയ പൊസിഷനിലേക്ക്, അതായത് 2ഉം 1ഉം എന്നുള്ള കണക്ഷനിലേക്ക് ആക്കി മാറ്റും. ഇതൊരു റിലേ ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റുകൾ? 1ഉം 2 ആണ് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്. റിലേ എനർജൈസ് ചെയ്യാതിരിക്കുമ്പോൾ കോണ്ടാക്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1ഉം 2ഉം തമ്മിലാണ്. എന്നാൽ റിലേ എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ ഏതും തമ്മിലാണ് കോണ്ടാക്ട് വരുന്നത്? 1ഉം 4ഉം തമ്മിലാണ് കോണ്ടാക്ട് വരുന്നത്. അപ്പൊ ഇതിന് നോർമലി ഓപ്പൺ കോണ്ടാക്ട് എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിലെ ഇങ്ങനെയാണ് ഒരു റിലേയുടെ വർക്കിംഗ്. അപ്പൊ റിലേസ് സാധാരണ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് K1, K2, K3 എന്നൊക്കെ പറഞ്ഞാണ് റിലേയുടെ പേരുകൾ നമ്മൾ കൊടുക്കാറ്. അതുപോലെ റിലേ ഉപയോഗിക്കുന്ന മറ്റ് ചില കാര്യങ്ങളാണ് ഇന്റർലോക്കിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോ ഒന്നിൽ കൂടുതൽ സോളിനോയിഡ് വാൽവുകളോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് കമ്പോണൻസോ ന്യൂമാറ്റിക് കമ്പോണൻസോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതില് തെറ്റായി സ്വിച്ച് ചെയ്യാൻ പാടില്ല ഒരു കമ്പോണന്റ്, അല്ലെങ്കിൽ അതിന്റെ സീക്വൻസ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ സീക്വൻഷ്യൽ പഠിച്ചപ്പോൾ മനസ്സിലായി, നമുക്കിപ്പോ ആദ്യം ക്ലാമ്പിംഗ് സിലിണ്ടർ ആണ് വർക്ക് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ബെൻഡിങ് സിലിണ്ടർ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോ ക്ലാമ്പിംഗ് സിലിണ്ടർ ഓൺ ആയതിനു ശേഷം മാത്രമേ ബെൻഡ് സിലിണ്ടർ ഓൺ ആവാൻ പാടുള്ളൂ. ഇതുപോലെ സീക്വൻസുകൾ ഉണ്ട്. അതിപ്പോ ഇലക്ട്രിക്കൽ കണക്ഷനുകളിലാണെങ്കിലും സീക്വൻസുകൾ ഉണ്ട്. അപ്പൊ ഈ സീക്വൻസുകളെ കൃത്യമായി നോക്കാനും റിലേസ് ഉപയോഗിക്കും. അപ്പൊ അതായത് ഒരു സീക്വൻസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞ് ആണ് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റിലേ ഓൺ ആയാൽ മാത്രമേ അടുത്ത സീക്വൻസ് അല്ലെങ്കിൽ അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഇന്റർലോക്കിംഗ് കൊടുക്കാനായിട്ട് നമുക്ക് റിലേസ് ഉപയോഗിച്ച് സാധിക്കും. അതുകൊണ്ട് റിലേസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോന്യൂമാറ്റിക് കമ്പോണന്റ് ആണ്. അപ്പൊ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് വാൽവ് പാർട്ട് 2-ലും ഇലക്ട്രോന്യൂമാറ്റിക്സിലും കൂടി പഠിക്കാനുള്ളത്. വളരെ നീളം കൂടിയ ഒരു വീഡിയോ ആണെന്നറിയാം. തുടക്കത്തിലെ പറഞ്ഞതുപോലെ നിങ്ങളത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പല ഭാഗങ്ങളാക്കി തിരിച്ച് പഠിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഇത് വിട്ടുകളയരുത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രോന്യൂമാറ്റിക്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം, ഇതിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോ ന്യൂമാറ്റിക്സും അതുപോലെ വാൽവുകളും. പലതരം വാൽവുകൾ തമ്മിൽ തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ അതിനെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാണാപ്പാഠം ഒരിക്കലും ഈ പാഠം പഠിക്കരുത്. വളരെ മനസ്സിലാക്കി മാത്രം പഠിക്കുക. സിംബൽസ് ഉപയോഗിച്ച് പഠിക്കുക, എങ്കിലേ ഈ പാഠം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.